ഇന്നും ഗൗരവപൂർണമായ ഒരു മാധ്യമ പ്രവർത്തനത്തെ സമീപിക്കുന്ന പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 4-5 ഇടങ്ങളിൽ, അവരുടെ പത്രത്തിൻ്റെ 4-5 ഇടങ്ങളിൽ കോവിഡിനെ പറ്റിയുള്ള വിവിധ വാർത്തകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് വസ്തുതകൾ എന്തുമാത്രം ജനങ്ങളിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെപ്പറ്റി പരിശോധന നടത്തുകയാണ്. നമ്മുടെ മലയാളം പത്രങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള യാതൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ താലിബാൻ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ താലിബാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൽ നമുക്ക് ഈ ഖിലാഫത്തിൻ്റെ ഒരു വർഗീയതയും താലിബാൻ്റെ വർഗീയതയും തമ്മിൽ എന്തുമാത്രം അകലം ഉണ്ട് എന്നുള്ളത്. അതായത് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം തന്നെയാണ് താലിബാൻ്റെ അടിത്തറ. അതിൽ വരുന്ന ഒരു വളരെ തീവ്രവാദപരവും മനുഷ്യത്വരഹിതവുമായ ഒരാക്രമണ മുഖമാണ് താലിബാൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഈ മതഭ്രാന്ത് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫണ്ടമെൻ്റലിസത്തിന് മാത്രമേ പ്രാണനുള്ളൂ. അല്ലാതെ ഈ പക്വമായ ഒരു മതബോധത്തിന് അവിടെ യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ ഖിലാഫത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഇവിടെ മലബാറിലുണ്ടായ ലഹളയും അതിനെ തുടർന്ന് പിന്നീട് ഖിലാഫത്തിൻ്റെ പരാജയത്തോടുകൂടി, അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ നടന്ന കൂട്ടക്കൊലകളും അതൊന്നും ചരിത്രത്തിൽ വേണ്ട പോലെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പിന്നെ മലയാളികൾ ഇതൊക്കെ ഒരു ഇതായതുകൊണ്ട് ഇവിടെ കുറച്ച് കോൺഗ്രസ്സുകാർ ഇതിനകത്തുണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് കോൺഗ്രസ്സുകാരുടെയും കൂടെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. അവരുടെ നേതൃത്വപരമായ പങ്ക് കോൺഗ്രസ്സുകാർക്കുണ്ടാകേണ്ടതുമാണ്. കാര്യം കഴിഞ്ഞാൽ ഖിലാഫത്ത് നമ്മുടെ കൂടെ പ്രശ്നമാണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും രണ്ട് സംഘടനകളാണെങ്കിലും അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെ ചേർന്നാണ് നടത്തുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതിനൊരു ഉന്തു കൊടുക്കുന്നത്, അതായത് കേരളത്തിൽ ഇങ്ങനൊരു പ്രസ്ഥാനം കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധിയാണ്. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് എന്താണ്? പെട്ടെന്ന് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം അവരുടെ മതത്തിൻ്റെ ശത്രുവാണെന്ന് കേരളത്തിലെ മുസൽമാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ പണ്ട് അവൻ പുരുഷാന്തര കരം പിരിച്ചതോ അല്ലെങ്കിൽ ജന്മിമാർ കരം പിരിച്ചതോ ജന്മിമാരിൽ നിന്ന് കരം പിരിച്ചതോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പെട്ടെന്ന് മനസ്സിലാക്കുന്നു എന്താണ്? നമ്മുടെ മതത്തിൻ്റെ സ്ഥാനം സാർവദേശീയമായി ഇസ്ലാമിക അധികാരത്തിൻ്റെ സ്ഥാനവുമായ ടർക്കിയെ തകർത്ത് കളഞ്ഞവരാണ് ബ്രിട്ടീഷുകാർ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ലോകമാസകലം കത്തിപ്പടരേണ്ടുന്ന ഒരു ഇസ്ലാമിക ആക്രമണത്തിൻ്റെ ഒരു കുന്തമുന അത് ഖിലാഫത്താണ് എന്ന് പറഞ്ഞ ഖലീഫ, ഇറ്റ് ഈസ് ഫോർ ഖലീഫ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ കോൺഗ്രസ് അതിൽ ചെന്ന് ലയിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അവരുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ചെന്ന് ലയിക്കുകയാണ്. ലയിച്ചിട്ട് അവരെല്ലാം പറിച്ചെറിഞ്ഞിട്ട് അവരുടെ ഉദ്യോഗങ്ങളും അവരുടെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ടുള്ള എല്ലാ ധാരണകളും തെറ്റിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം അവർ വിടർന്നു മാറിയിട്ട് അവരൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് വരികയാണ്, മുസ്ലിം മതമൗലികവാദികൾ. അതേസമയം ഇന്ത്യയിൽ തന്നെയുള്ള ഈ ഒരു സെക്യുലർ മുസ്ലിംസ് എന്ന് പറയാവുന്ന വിവേകശാലികളായിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവരെ എതിർക്കുകയും ഇതൊരു വലിയ അപകടത്തിലേക്കുള്ള പോക്കാണ്, കോൺഗ്രസിൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കുള്ള പോക്കാണ് എന്ന് കോൺഗ്രസിനുള്ളിലും മുസ്ലിം ലീഗിനുള്ളിലും അങ്ങനെ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 1921 തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അവിടെ ഈ ജന്മികൾ ആരെങ്കിലും ചൂഷണം ചെയ്തിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കരം പിരിവ് കൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടാകേണ്ടതാണ്. ഒരു യുദ്ധം അവിടെ ഉണ്ടാകേണ്ടതാണ്. 1921 ഗാന്ധിയുടെ സന്ദർശനം, അതിനുശേഷം കോൺഗ്രസ്സുകാരും ഖിലാഫത്തുകാരും കൂടെ കൈകോർത്ത് നിന്നുകൊണ്ടാണ് സമരത്തിന് മുന്നിട്ടിറങ്ങുന്നത്. ഇറങ്ങി വന്നപ്പോൾ സംഭവം എന്താണ്? ഈ സമരം നടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശത്തെ ആളിക്കത്തിക്കുന്ന ഒരു മതവികാരമാണ്, ദേശീയ വികാരമല്ല, ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും അല്ല, അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങണമെന്നുള്ള താല്പര്യവും അല്ല. ബ്രിട്ടീഷ് വിരുദ്ധമാണ്
എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖലീഫ എന്ന് പറയുന്ന അവരുടെ ആത്മീയ രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ അന്ത്യം കുറിച്ച ഒരു യുദ്ധമായിരുന്നു. ആ ഒരു വൈരം, മതപരമായ വൈരം ഉണ്ടായിരുന്നു. മതം എന്ന് പറയുന്നതിനൊരു വല്ലാത്തൊരു ഇളക്കം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇൻ്റർനാഷണൽ കോൺഗ്രസും ഈ ഖിലാഫത്ത് കമ്മിറ്റിയും കൂടി സംയോജിതമായിട്ടാണ് മലബാറിലെ ഈ നീക്കം തുടങ്ങുന്നത്. കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ KPCCയുടെ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ AICCയുടെ ആയിട്ടുള്ള ആൾക്കാർ അതിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്, അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് ഈ ഇസ്ലാമിൻ്റെ മതവികാരം ഉണ്ടാകേണ്ട കാര്യമില്ല, ഇസ്ലാമിക മതവികാരം ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റാണ്. അത് ചെയ്തതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പിശക് അവിടെയാണ് സംഭവിക്കുന്നത്. അതായത് ഇസ്ലാമിക മതവികാരം പറഞ്ഞ് ഇളക്കിയ അലി സഹോദരന്മാർ ഇന്ത്യയെ ആകെ പ്രകോപിപ്പിച്ചുകൊണ്ട് വരികയും അതിൻ്റെ ഒരു ഒഴുക്കിലോട്ട് ചെന്നിട്ട് ഇത് ഇസ്ലാമിക ഹൈന്ദവ സൗഹാർദ്ദമാണെന്ന് ഗാന്ധിജി പറയുകയും ചെയ്തു. പക്ഷേ ഗാന്ധിജി പറയുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. അവർ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് ഇരുവരും സമ്മതിച്ചിരുന്നു. ആ തരത്തിൽ ഒരു ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. അത് ജിന്നയുടെ നേതൃത്വത്തിലായിരുന്നു, ഗോഖലെയുടെ നേതൃത്വത്തിലായിരുന്നു, ആനി ബസന്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു, സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗ് എന്ന്. അപ്പോൾ അതിനിടയിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞൊരു ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട്. ആ ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ ഹിന്ദുക്കൾ എന്തുമാത്രം ഗാന്ധിയോടൊപ്പം ഒഴുകി നീങ്ങി എന്നുള്ളതല്ല പ്രശ്നം. മുസ്ലിങ്ങൾ സമ്പൂർണ്ണമായിട്ട് അതിൽ വിവേകശാലികളായ മുസ്ലിങ്ങൾ അതിനോടൊപ്പം പോകാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു ഇപ്പോൾ അതിൽ സംയമനം എന്ന് പറയുന്നത് ജിന്നയുടേതാണ്. ജിന്നയ്ക്ക് ഓപ്പണായിട്ട് റിവോൾട്ട് ചെയ്ത് വന്നില്ലെങ്കിൽ പോലും ജിന്ന ഒരക്ഷരം ഇതിന് അനുകൂലിച്ച് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ടോക്കിലൊക്കെ തന്നെ ഇത് പരമമായ അബദ്ധമാണ്, നമ്മുടെ മൂവ്മെൻറ്റിന് ഇത് വല്ലാതെ ബാധിക്കും. കാരണം വെച്ചാൽ ഇതൊരു മതവികാരമാണ്. അതല്ല, അതിനും അപ്പുറത്ത് ടർക്കിയിൽ തന്നെ ഖലീഫയ്ക്കെതിരെ അതിശക്തമായ ഈ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ തന്നെയായ ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരാണ് അവസാനം അവിടെ അധികാരത്തിൽ വരുന്നത്, മുസ്തഫ കമാൽ പാഷ. നമ്മൾ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കാതെ NS മാധവൻ ഇന്നും ഈ മനോരമയിലൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. അതിന് മാധവൻ കാര്യങ്ങൾ വളരെ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നോക്കാൻ കഴിയില്ല. മാധവൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഈ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും അതുപോലെ ധനികത്വം കൊണ്ടും ഈ പറയുന്ന ഒരു ഏരിയയിൽ മുസ്ലിങ്ങൾക്ക് അവിടുത്തെ ഹൈന്ദവ ജന്മിമാരെക്കാളും പ്രാമാണികത ഉണ്ടായിരുന്നു. ഹൈന്ദവ ജന്മിമാർ ട്രഡീഷണലായിട്ട് വെച്ച് ആസ്വദിച്ചിരുന്ന അധികാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു സംരക്ഷണയിൽ പൂർണ്ണമായി കഴിയാം. അവർക്ക് അവരുടേതായിട്ടുള്ള യാതൊരു സൈനിക ശക്തിയും ഇല്ല. അവരാരോടെങ്കിലും അടിക്കാൻ പോവുകയാണെങ്കിൽ തോറ്റ് നാശമായി പോകും. ജന്മിമാർ അവരുടെ രാജാവോ അല്ലെങ്കിൽ പറഞ്ഞില്ലേ, അപ്പോൾ ഈ പറയുന്ന ഒരു സാമൂതിരിയുടെ കാലം മുതലുണ്ടായിട്ടുള്ള അവരുടെ ചില ഇതൊക്കെ ഉണ്ട്. 1900 ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് വളരെ ദുർബലമായി പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പറഞ്ഞ ഹൈന്ദവ എന്ന് പറയുന്ന ഹൈന്ദവം എന്ന് അതിന് പുറത്തു നിൽക്കുന്നവരാണ് അവിടെ ഈ കുറച്ചുകൂടി ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചേകോന്മാരുടെയൊക്കെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരല്ല. കളരികളൊക്കെ ഉണ്ടായിരുന്നവരൊന്നും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരല്ല. പ്രധാന കളരികളൊക്കെ ഉണ്ടായിരുന്നത് അത് ഹിന്ദു സമുദായത്തിന് താഴെ നിൽക്കുന്ന അവർണ വിഭാഗം ഇങ്ങോട്ടുള്ളവരുടെ ആയിരുന്നു. അത് അവരുടെ ആയോധന ബലമായിരുന്നു ഇവരെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഒരു ആയോധന ബലമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് മുൻതൂക്കം പ്രധാനമായിട്ട് ഈ മതവികാരമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതൊരു സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ മലബാറിലെ മാപ്പിളമാർക്ക് അതിനകത്തൊരു മുൻതൂക്കം കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ ഹിന്ദുക്കളും മുസൽമാന്മാരും ഉണ്ടായിരിക്കെ ആ ബ്രിട്ടീഷ് വിരുദ്ധ വികാരമാണ്, ദേശീയ സ്വാതന്ത്ര്യ വികാരം ആണ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വികാരമാണെങ്കിൽ അവിടെ മറ്റുള്ള ഈ പറഞ്ഞില്ലേ ഹിന്ദു സമൂഹത്തിന് ഒപ്പം നിൽക്കാൻ കഴിയണമല്ലോ. ഈ മാപ്പിളമാരോടൊപ്പം നിന്ന് സമരം ചെയ്യാൻ കഴിയണമല്ലോ. കൈകോർത്തി പിടിച്ചുകൊണ്ട് ഒപ്പം സമരം ചെയ്യാൻ കഴിയണമല്ലോ. അത് കഴിയാതെ പോയത് അതിൻ്റെ അടിത്തറ ഈ മതാത്മകമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, മതവികാരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബ്രിട്ടീഷുകാരോടുള്ള വൈരത്തിനുള്ള അടിത്തറ മതവികാരമായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു മതവികാരം എത്രയായാലും ഹിന്ദുവിന് അവിടെ ഉണ്ടാകുകയില്ല.
അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ദേശീയത എന്ന് പറയുന്നതും മുസൽമാൻ്റെ ദേശീയത എന്ന് പറയുന്നതും തമ്മിൽ ഉള്ളൊരു അനുരഞ്ജനം പോലും അവിടെ ഇല്ലായിരുന്നു ആ ലഹള തുടങ്ങിയതിന് ശേഷം. അങ്ങനൊരു സംഭവം അത് പെരിഫറിയിൽ പോലും ഇല്ലായിരുന്നു. ആദ്യകാലത്ത് അവർ സഹകരിച്ചിരുന്നു. ഈ ഇതിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഖിലാഫത്തിൻ്റെ നേതാക്കന്മാരും കൂടിയാലോചനകളിലൊക്കെ പങ്കെടുത്തിരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തെറിച്ചു പോവുകയാണ്. തെറിച്ചു പോകുന്നത് വെച്ചാൽ ഇത് വേറൊരു ലെവലിലോട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ മതകാര്യമാണ് എന്നുള്ളൊരു തരത്തിലേക്ക് അത് പോവുകയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ആദ്യം വോട്ടവകാശം വരുമ്പോൾ കരന്തീരുവയുള്ളവന് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ മുസൽമാന്മാരുടെ ഇടയിൽ എത്ര പേർക്ക് കരന്തീരുവ ഉണ്ടായിരുന്നു, ഹിന്ദുക്കളുടെ ഇടയിൽ എത്ര പേർക്ക് കരന്തീരുവ ഉണ്ടായിരുന്നു? അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അതാണ് അവിടുത്തെ ജന്മിത്വത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. ഇരുകൂട്ടരുടെ ഇടയിൽ കരന്തീരുവയുള്ളവരുണ്ടായിരുന്നു. അതിൽ ഒരുപക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ കരന്തീരുവ ഉണ്ടായിരുന്നവരെന്ന് പറയുന്നത് അവർ കുറേ കൂടെ ഈ ബ്രാഹ്മണ ഈ ജന്മിത്വമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവർ ഒരുപാട് പ്രദേശങ്ങളിങ്ങനെ കൈവശം വെച്ചിരിക്കുന്ന ബ്രാഹ്മണ കുടുംബങ്ങളാണ്. ഏതാണ്ട് അതിന് സമാനമായിട്ട് തന്നെ ഈ പറയുന്ന ഹാജിമാർ, അന്നൊക്കെ ഈ ഹജ്ജിന് പോകുന്ന ഹാജിമാരെന്ന് പറയുന്നതും മുസ്ലിയാർമാരെന്നൊക്കെ പറയുന്നതും അങ്ങനെ ഈ ഇസ്ലാമിക സമൂഹത്തിലെ ഈ അടിയാളന്മാരല്ല, പണിയെടുക്കുന്നവരല്ല. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ കലാപം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ കരന്തീരുവയുള്ളവരാണ്. ആ കരന്തീരുവയുള്ള അതിൻ്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന പ്രമാണിമാരായിട്ടുള്ള മുസൽമാന്മാർ അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരുടെ മുന്നിൽ അണിനിരക്കാനൊരു പടയുണ്ടായുള്ള വന്നത്. അപ്പോൾ ആ പട യുദ്ധം ചെയ്ത് ആരോടായിരുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരോടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ചില ചില്ലറ പരിക്കുകളായി. ഇപ്പോൾ നമ്മൾ 1724 5 തെങ്ങ് ലഹള എടുക്കുമ്പോഴത്തേക്ക് അവിടെ 105 ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു എന്നാണ് ബ്രിട്ടീഷുകാരുടെ കണക്ക്. അങ്ങനെയൊന്നും ബ്രിട്ടീഷുകാരുടെ കൊല്ലപ്പെട്ടിട്ടില്ല. 1721 ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം. അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയാം. ഒരർത്ഥത്തിൽ ഇതിനേക്കാളും കുറേ കൂടി സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാവുന്നൊരു സമരമാണ് 1721 നടക്കുന്ന 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇത് അറിയപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇടപ്രഭുക്കന്മാരും റാണിയും ഈ ബ്രിട്ടീഷുകാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു പക്ഷമായിട്ട് നിൽക്കുമ്പോൾ അതിനെതിരെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ ഇളകി വന്ന് നടത്തുന്നൊരു സമരമാണ്. അതിനകത്ത് പറയത്തക്ക ഒരു പടക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു പിള്ളയോ ഒരു ഇട്ടുവിട്ട് പിള്ളയോ ഒന്നും ആ റിവോൾട്ട് നയിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ അനോണിമസാണ്. അതിൻ്റെ റിബൽസ് എന്നേ അവർ പറയുന്നുള്ളൂ. ഒരാളുടെ പേര് പോലും പറയുന്നില്ല. ബ്രിട്ടീഷുകാർ ചരിത്രം എഴുതുമ്പോഴത്തേക്കും റിബൽസ് എന്നേ പറയുന്നുള്ളൂ, അല്ല ഒരാളുടെ പേര് പോലും പറയുന്നില്ല. അപ്പോൾ അവിടെ നടന്നത് ഒരു കലാപമാണ്. പക്ഷേ അത് സാധാരണക്കാരുടെ കലാപമാണ്. ഇവിടെ കരന്തീരുവയുള്ള വലിയ ജന്മിമാരായിട്ടുള്ള മുസൽമാന്മാർ അവരുടെ മതവികാരം പ്രധാനമായി വന്നതുകൊണ്ടാണ് ആ ഒരു സ്ട്രീമിൽ നിന്ന് യോജിച്ച് നടക്കേണ്ടുന്ന ഒരു സമരത്തിൽ നിന്ന് ഹിന്ദുക്കൾ പുറത്താകുകയും അവസാനം അത് ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിലുള്ള സംഘടനയായി തീരുകയും അത് ബ്രിട്ടീഷുകാർ കൊന്നതും ഇവർ പരസ്പരം കൊന്നതും പ്രധാനമായിട്ടും ഈ ഹിന്ദു സമുദായത്തിലെ അവർണർ തുടങ്ങി ഇങ്ങോട്ട് താഴോട്ട് വരുന്ന വിഭാഗത്തിലെ ആൾക്കാരെയും അതിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിലെ തന്നെ പടക്കിറങ്ങുന്ന ഈ വടിയെടുത്തുകൊണ്ട് വരുന്നതും ഈ അനുയായികളായിട്ടുള്ള അവിടുത്തെ ഈ കീഴാളന്മാരുമാണ് അതിൽ കൊല്ലപ്പെട്ടത്. അത് കരന്തീരമുള്ള ജന്മി ഇസ്ലാമിക ജന്മിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയൊരു പടയൊരുക്കമാണ്. ഇപ്പോൾ ശിപായി ലഹള നടക്കുമ്പോഴത്തേക്ക് അതിൽ മതവികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ശിപായിമാർ നടത്തുന്ന ലഹളയാണ്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഏതൊരു വിഭാഗത്തിൽ നിന്നാണ് അതുണ്ടായി വരുന്നത്. അത് പിന്നെ പലയിടത്ത് പടർന്ന് പിടിക്കുന്നു. പിന്നെ രാജാക്കന്മാരായിട്ട് ഏറ്റെടുക്കുന്നുണ്ട്. രാജാക്കന്മാർ പല ഭാഗത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അത് ഝാൻസി റാണി, മറ്റേ നാനാ സാഹിബ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടാണ് അതിന് പിന്നെ അത് വലിയൊരു കലാപമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത്. അല്ലെങ്കിൽ വെറും ശിപായിമാരുടെ മാത്രമല്ല ലഹളായിരുന്നെങ്കിൽ അതാരും പരിഗണിക്കില്ല. അതുപോലെ ഇവിടെ കൊല്ലപ്പെട്ടത് മുഴുവനും പാവപ്പെട്ടവരാണ്. അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു വാര്യംകുന്നത്ത് ഹാജി വെടികൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിയാരെ ആക്രമിച്ചു കൊന്നു, അല്ലെങ്കിൽ കുറേ അറിയപ്പെടുന്ന കുറേ മുസ്ലിം പ്രമാണിമാരെ കൊന്നു എന്നുള്ളതല്ല. അറിയപ്പെടാത്ത ഒട്ടനവധി മുസ്ലിങ്ങളെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അറിയപ്പെടാത്ത ഹൈന്ദവ സമൂഹം പോലും അംഗീകരിക്കാത്ത, അവരകറ്റി നിർത്തിയിരുന്നതും എന്നാൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ അനുബന്ധം എന്ന് പറയുന്നതുമായിട്ടുള്ള കീഴാളർ
ഒട്ടനവധി അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു പൂക്കോട്ടൂർ മന ആക്രമിക്കുമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന ആക്രമിക്കുമെന്ന് പറയുന്നതോ ഒരു 2-3 ജന്മി തറവാടുകൾ ആക്രമിക്കുമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെ ഒരു തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഖിലാഫത്ത് എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൽ മുൻകൈ മഹാത്മാഗാന്ധിക്കായിരുന്നു, KPCCക്കായിരുന്നു. അല്ലാതെ ആലി സഹോദരന്മാർ ഇവിടെ പരിചയമുള്ള ഒരാളല്ല. മഹാത്മാഗാന്ധി KPCC ഇവിടെ തന്നെ ഉള്ളതാണ്. ഖിലാഫത്ത് കോൺഫറൻസ് കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല. ഖിലാഫത്ത് കോൺഫറൻസ് എന്ന് പറയുന്നത് ആലി സഹോദരന്മാർ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ അവരുടെ കരങ്ങളിലേറി മഹാത്മാഗാന്ധി ഇവിടെ വരുമ്പോൾ ഇവിടെ ആൾറെഡി ഉണ്ടായിരുന്ന KPCC അതിനോട് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് സംഭവിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ ഈ ചുമ്മാ എന്തെങ്കിലും എഴുതി വിട്ട് പറഞ്ഞില്ല ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഈ മഹാന്മാരാക്കി കാണിക്കുകയോ പറഞ്ഞില്ല. ഇപ്പോൾ വാര്യൻ കുന്നൻ ഹാജിക്ക് അയാളുടേതായ ഒരു റോളുണ്ട്. എന്തായാലും ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്നുള്ള രീതിയിൽ അത് ബ്രിട്ടീഷുകാരെ ഒന്ന് പേടിപ്പിക്കുകയും വിറകൊള്ളിക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അതിന് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അർത്ഥമുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജിന്നയും അംബേദ്കറും പറയുന്നത് പോലെ അല്ലെങ്കിൽ അവർ പിന്നീട് പറഞ്ഞതുപോലെ അത് ഇന്ത്യ വിഭജനത്തിൻ്റെ വിത്ത് പാകുകയായിരുന്നു. ഇന്ത്യയിൽ തുടർച്ചയായിട്ടുള്ള മതലഹളകൾക്ക് കാരണമാവുകയായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഖിലാഫത്ത് കോൺഫറൻസ് തുടങ്ങി വെച്ച ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവർ വളരെ ശക്തമായിട്ട് തുടങ്ങി വെച്ചതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ എലൈറ്റ് ക്ലാസ്സാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിച്ചിരുന്നത്. അവർക്ക് ഈ വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗങ്ങളുണ്ടായിരുന്നു. അവരതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തോട്ട് വരികയായിരുന്നു. അത് നമ്മൾ അവരവിടുത്തെ വലിയ സമ്പന്നരായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ സാധാരണക്കാർ അവരുടെ ജോലികൾ വലിച്ചെറിഞ്ഞു. ആ തരത്തിൽ ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരോട് യാതൊരു തരത്തിലും സമരത്തിനില്ലായിരുന്ന മുസ്ലിങ്ങൾ അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും വലിച്ചെറിഞ്ഞിട്ടും സമ്പൂർണ്ണമായ നിസ്സഹകരണമാണ്. അവർ കോടതി അനുസരിക്കില്ല, ഗവൺമെൻറ് അനുസരിക്കില്ല, ബ്രിട്ടീഷുകാരെ അനുസരിക്കില്ല. ആ തരത്തിലൊരു തീവ്രമായൊരു നിസ്സഹകരണം ഈ ഇവരുടെ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഗാന്ധി അതിൻ്റെ പിന്നാലെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കുമുണ്ട് ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനം ചൗരി ചൗര സംഭവം നടന്നപ്പോഴത്തേക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇതാ ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റുകൊടുപ്പാണ് എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് തോന്നി. ഇത് ഞാൻ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ കണ്ടെടുക്കുന്നത്. നിങ്ങൾ ജോർജ് ഓർവെൽ മഹാത്മാഗാന്ധിയെ പറ്റി എഴുതിയിരിക്കുന്ന പുസ്തകം ആ ഒരു ആർട്ടിക്കിളുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുമ്പോൾ അവർ മാൻ, നമ്മുടെ ആള് എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ആ ഘട്ടം മുതൽ ഈ വളരെ തീവ്രമായിക്കൊണ്ടിരിക്കുന്ന ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ലഹളയായിട്ട് ഡൈവേർട്ട് ചെയ്യുന്നതിൽ ഈ ചൗരി ചൗര സംഭവം നിർണായകമായ ഒരു റോള് വഹിക്കുന്നുണ്ട്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അത് കയറി പിൻവലിക്കുമ്പോൾ അതിന് വലിയൊരു തകർച്ച സംഭവിക്കുന്നുണ്ട്. അവരുടെ ഒരു മൂവ്മെൻറ്റിന് തകർച്ച സംഭവിക്കുന്നുണ്ട്. അതും തികച്ചും മതവർഗീയമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അതിൽ ഗാന്ധി തൂങ്ങിയിട്ട് അത് എന്നിട്ട് പിൻവലിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞങ്ങളുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ തീർച്ചയായിട്ടും കൊല്ലുന്ന ഒരു നിലപാടാണ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധി അവർ വേറെ തരത്തിൽ കണ്ടു. ആ തരത്തിൽ പിന്നെ ഗാന്ധിജിയായിട്ട് അടുക്കാനാവാത്ത തരത്തിലായി. ഗാന്ധിജി അങ്ങനെ ഈ ഒരു മതസൗഹാർദ്ദം അവിടെ ഒന്നും ഊട്ടി ഉറപ്പിച്ചിട്ടില്ല. പിന്നീട് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായി വന്നിട്ടുള്ള ചില മതപരമായ ഐക്യത്തിൻ്റെ, വിവിധ മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു രൂപം പല ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷം ജോർജ് ഓർവെൽ എഴുതുന്ന അങ്ങനെയാണ്, ഗാന്ധിജിയെ അവർ മാൻ. അതിന് കാരണമുണ്ട്. ഈ പറഞ്ഞതുപോലെ വളരെ തീവ്രമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന തരത്തിൽ വളരെ തീവ്രവാദപരമായി പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് വിഭിന്നനായിട്ട് ഈ തക്ക സമയത്ത് കാലുവാരുകയും അല്ലെങ്കിൽ തക്ക സമയത്ത് പാലം വലിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ അബോർട്ട് ചെയ്യത്തക്ക രീതിയിൽ, മൂവ്മെൻറ്റിനെ അബോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്ന ആളായിട്ട് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ കണ്ടത്. ഗാന്ധിയുടെ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഗാന്ധിജിക്ക് വേറെ മാർഗ്ഗങ്ങളില്ല അന്ന്. അതായത് ആ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നതിൽ കയറി പിടിച്ചു, അതിൻ്റെ കൂടെ പോയി, ഖിലാഫത്തിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്ക് ജിന്ന അതിനെതിരായിരുന്നു. ഒരു പ്രോഗ്രസീവ് മുസ്ലിം എന്ന നിലയിൽ ജിന്ന അതിനെതിരായിരുന്നു. ഗാന്ധി ഉദ്ദേശിച്ച കാര്യം നടന്നു. ജിന്നയെ പുറത്താക്കി, ജിന്ന എല്ലാവർക്കും അസ്വീകാര്യനായി തീർന്നു.
ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടാത്ത ഒരാളായി മാറി. കോൺഗ്രസ്സുകാർക്ക് അതോടൊപ്പം അതുപോലെ തന്നെ വേണ്ടാത്ത ആളായിട്ട് മാറി. ഇത് അങ്ങനെ പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വിട്ടുമാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ആ കാര്യത്തിൽ ഗാന്ധി ജയിച്ചു. പക്ഷേ മറ്റേ കാര്യത്തിൽ ആ ഒരു പേഴ്സണലായിട്ട് വളർന്നു വന്നാൽ ഈ ഗാന്ധിജിയെക്കാളും ഈ പക്വമതിയായ ഒരു നേതാവ്, ഗാന്ധിജിയുടെ സമശീർഷണോ അല്ലെങ്കിൽ അതിനേക്കാളും വിവേകപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മതസഹിഷ്ണുതയുള്ള ഒരു നേതാവ്, അയാളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ ഗാന്ധിജി അവിടെ ഒരു പോയിന്റ് സ്കോർ ചെയ്തു. പക്ഷേ ഗാന്ധിജി ഇതിൻ്റെ വാലിൽ പിടിച്ചത് അവസാനം അബദ്ധമായി. ഗാന്ധിജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാത്ത അവസ്ഥയായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരമായിട്ട് മാറി. അതിനെ അദ്ദേഹത്തിന് അതായത് ഒരു ചൗരി ചൗര മാത്രമല്ല, ചൗരി ചൗരയിൽ 10 പോലീസുകാർ കൊന്നെന്നുള്ളത് മാത്രമല്ല, അതിനെ തുടർന്ന് ഇവിടെ മതലഹളകൾ നടക്കുന്നുണ്ട്. ആ മതലഹളകളുടെ തുടക്കത്തിലാണ് ഇപ്പോൾ പറഞ്ഞ ഇക്ബാലൊക്കെ പറയുന്നത് പാകിസ്ഥാൻ്റെ ആശയം അവിടെയാണ് ജനിച്ചതെന്ന് പറയുന്നത്. ഇക്ബാൽ പറയുന്നത്, ഇക്ബാലൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്ന ആൾക്കാരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഈ തരത്തിൽ മതത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടിക്കുമ്പോൾ അത് എൻ്റെ മതത്തിലുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ സവർണ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആയുധം എടുത്ത് പോരാടിയവരുണ്ട്. ഇപ്പോൾ തിലകൻ്റെയൊക്കെ ലൈൻ ഏതാണ്ട് അതുപോലെയായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടല്ലോ കപ്പലോട്ടിയ തമിഴൻ എന്ന് പറയുന്ന ഇവിടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കളക്ടർ വധിക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ സംഘങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള തീവ്രവാദി സംഘങ്ങളുണ്ടായിരുന്നു. മറുഭാഗത്ത് ഭഗത് സിംഗ് ഉണ്ടായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കുമരത്തുനിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഈ ബ്രിട്ടീഷ് എംപയറിനോട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധി അതിന് തയ്യാറായില്ല. ഗാന്ധിജിയും അവരും തമ്മിലുള്ള ബന്ധം അതാണ്. ബ്രിട്ടീഷ് ഭരണകൂടവും ഗാന്ധിയും തമ്മിലുള്ള ബന്ധം അതാണ്. ഇപ്പോൾ KPR ഗോപാലിനെ തൂക്കുമരത്ത് ഇറക്കുന്നതിൽ ഗാന്ധിജിക്ക് റോളുണ്ടൊക്കെ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തുമാത്രം വസ്തുതയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം പറഞ്ഞാൽ ഒരു പക്ഷേ അത് ഒരു വധശിക്ഷ ഒഴിവാക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഭഗത് സിംഗിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധി പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് പറയില്ല, കാരണം അയാൾ ഹിംസയുടെ മാർഗത്തിൽ കൂടി പോകുന്നതാണ് എന്ന് പറഞ്ഞാണ്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിലാഫത്തിൽ ഒരു ഹിംസാത്മകമായ ശക്തി അവിടെ ആ കാലഘട്ടത്തിൽ സവർണ ഹിന്ദുക്കൾക്ക് ഏകോപിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അത് മതവികാരത്തിൻ്റെ പേരിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഒരു അടി കൊടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു അടി കൊടുക്കട്ടെ എന്ന് തന്നെ ഗാന്ധി കരുതി. അത് ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രമായിരുന്നു. പക്ഷേ അതിന് വന്നത് തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി ബ്രിട്ടീഷുകാരുടെ സ്വന്തം ആളായിരുന്നു. 1929 വരെയും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിനെ എതിർക്കുക എന്ന് പറയുന്ന ഒരു ചരിത്ര ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാണ് എൻ്റെ വസ്തുത. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ കുറേ പേരെ മഹാന്മാരാക്കാനും ഈ പറഞ്ഞില്ലേ ഇപ്പോൾ വാര്യംകുന്ന് നമ്മുടെ ഇതിൽ പറഞ്ഞില്ലേ, ഞാൻ വീക്കെൻ്റെ വാര്യംകുന്നനാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. വാര്യംകുന്ന് ഹാജി ആയാലോ അങ്ങനെയുള്ള ഈ സ്വന്തം ജീവൻ വെടിഞ്ഞ് മതത്തിന് വേണ്ടി മതവികാരം നമ്മുടെ ഈ രക്തത്തിൽ കലർന്നു വരുമ്പോഴത്തേക്ക് ഈ ഖിലാഫത്തിൻ്റെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യത്തിൻ്റെ ഒരു സന്ദേശവും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിനെ ഡോമിനേറ്റ് ചെയ്തു പോയത് മതവികാരമായിരുന്നു. ആളുകളെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് മതവികാരത്തിൽ കൂടിയായിരുന്നു. അല്ലാതെ ബ്രിട്ടീഷ് വിരുദ്ധം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം, ദേശീയ സ്വാതന്ത്ര്യ സമരം ഒന്നും പറഞ്ഞൊന്നുമല്ല. നമ്മുടെ ആ ഖലീഫ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തകർത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മതവികാരത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് ആളുകളെ സംഘടിപ്പിക്കാനും ഒരു അക്രമ സമരത്തിലേക്ക് അതിനെ വഴിതെളിക്കാനും അങ്ങനെ ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് ഒരിക്കലും നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല. ഇറ്റ് വാസ് ആൻറ്റി ബ്രിട്ടീഷ് ആയിരുന്നിട്ട് അവസാനം അത് നമ്മൾ തമ്മിലുള്ള ഒരു കലഹമായിട്ട് മാറി. ഇന്ത്യക്കാർ തമ്മിലുള്ള ഒരു കലഹമായിട്ട് മാറി. ഇന്ത്യക്കാർ പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ വിഭജനത്തിൽ വരെ എത്തി നിൽക്കുന്ന ആ ഒരു കാലത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ വേണം നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇതിന് പറഞ്ഞില്ലേ, ഇതിൽ നമ്മളൊരു ലഹളയെ നമുക്ക് ഒരിക്കലും ആ ചരിത്രത്തിൻ്റെ കണ്ണികളിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മലബാറിൽ മാത്രം നിലനിന്നിരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശിപായി ലഹള എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശിപായിമാർക്കുണ്ടായിരുന്ന ഒരു അസംതൃപ്തി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർക്ക് ഒരു പൊതുവായിട്ട് സ്ഥാപിച്ച ആധിപത്യം, ആ ആധിപത്യത്തിൻ്റെ ഒരു അംശം എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായ ഒരു പൊട്ടിത്തെറി മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള വികാരം സാർവത്രികമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ
ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കുന്നത് മതവികാരമായതുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അവസാനം ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിലുള്ള സംഘടനമായിട്ട് അത് മാറുകയും അതിൻ്റേതായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇന്ത്യൻ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരെയും ഇപ്പോൾ ഭഗത് സിംഗിനെ ഒരു രക്തസാക്ഷിയാക്കാൻ മഹാത്മാഗാന്ധിക്ക് സമ്മതമല്ലായിരുന്നു. അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് അംഗീകരിക്കാൻ മഹാത്മാഗാന്ധിക്ക് സമ്മതമല്ലായിരുന്നു. മഹാത്മാഗാന്ധി സമ്മതിച്ചിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. നിങ്ങളിപ്പോൾ വാര്യംകുന്നത്ത് ഹാജിയും ഭഗത് സിംഗും സമശീർഷരായിരുന്നു പറയുമ്പോൾ വാര്യംകുന്നത്ത് ഹാജിയെ അംഗീകരിക്കാൻ ഇവിടെ RSSകാർക്ക് കഴിയുന്നില്ല. അവർക്ക് കഴിയാത്ത അവർ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുള്ള കാര്യം വെച്ചാൽ അവരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു ഒറ്റിൻ്റെ നിലപാട് മാത്രം സ്വീകരിച്ചിരുന്ന ഈ ഹിന്ദുക്കളുടെ തന്നെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിരുന്നു. ഹിന്ദുക്കളുടെ തീവ്രവാദ ഗ്രൂപ്പിൽ ബ്രിട്ടീഷ് വിരുദ്ധരായിട്ട് ബ്രിട്ടീഷുകാരെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീതിലതാ ദേവിയുടെ സമരം മുതൽ തുടങ്ങുന്ന ഭഗത് സിംഗിൻ്റെയും ദത്തിൻ്റെയും ഗദ്ദർ പാർട്ടിയുടെയൊക്കെ ആ ഒരു സ്ട്രീമുണ്ട്. അതൊരു വേറൊരു സ്ട്രീമാണ്. അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ ഒരിക്കലും ഗാന്ധിജി തയ്യാറായിരുന്നില്ല. ഭഗത് സിംഗിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കാൻ ഗാന്ധിജി തയ്യാറായിരുന്നില്ല. അങ്ങനെ അംഗീകരിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി നിങ്ങളുടെ അഭ്യർത്ഥന നടത്തുമെന്ന് പറഞ്ഞപ്പോൾ കഥയായിരിക്കാം, വസ്തുതയല്ലായിരിക്കാം. പക്ഷേ ഗുരുജി പോലും അങ്ങനെ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഗാന്ധിജി തയ്യാറായിരുന്നില്ല. ഭഗത് സിംഗ് ഒരു ദേശീയ സ്വാതന്ത്ര്യവാദിയാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ല, പറഞ്ഞായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നുമില്ല. ഭഗത് സിംഗിൻ്റെ ഒരു നടപടിയും അദ്ദേഹം അംഗീകരിച്ചിരുന്നുമില്ല. അപ്പോൾ ഗാന്ധിജിക്ക് ഭഗത് സിംഗിനെ അംഗീകരിക്കാതിരിക്കാമെങ്കിൽ RSSകാർക്ക് വാര്യംകുന്ന ഹാജിയെ അംഗീകരിക്കാതിരിക്കാം. അപ്പോൾ ഭഗത് സിംഗ് കുറേ കൂടി വളരെ കൃത്യമായ രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരു സാമ്രാജ്യത്വ വിരുദ്ധ വീക്ഷണമുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു വർക്കിംഗ് ക്ലാസ് വീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നൊരു മനസ്സാണ്. അവിടെ അഹിംസ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആ നയത്തിൻ്റെ പരാധീനതകൾക്കും അപ്പുറത്തേക്ക് നമ്മൾ നീങ്ങണമെന്നും അടിക്ക് കൊടുക്കുന്ന തിരിച്ചടികൾക്ക് പ്രഹരശേഷി ഉണ്ടാകണമെന്നും വാദിക്കുന്ന ഒരു കൂട്ടർ. അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ അവിടെ മതമില്ലായിരുന്നു. ഭഗത് സിംഗിൻ്റെ മുമ്പിൽ രാമരാജ്യമില്ലായിരുന്നു, വൈഷ്ണവജനതവും ഇല്ലായിരുന്നു, അവിടെ ഒരു ഖിലാഫത്തും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതൊരു സെക്കുലർ ദേശീയതയുടെ സമരമായിരുന്നു. ആ സമരം സ്വാതന്ത്ര്യ സമരമല്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാനൊരു അഭ്യർത്ഥന ഞാൻ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയില്ല. ഞാനത് റിക്വസ്റ്റ് ചെയ്ത ബ്രിട്ടീഷുകാരത് ചെയ്യും. കാര്യത്തെ ബ്രിട്ടീഷുകാരും ഞാനും തമ്മിലുള്ള ഇരുപോശം അതാണ്. അതിൽ നിന്ന് തന്നെ ഗാന്ധിജിയുടെ ആ ബ്രിട്ടീഷ് വൈരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായിട്ടുള്ള വൈരിച്ച് എന്താണെന്നുള്ള പിന്നെ 42 കിറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ മാധവൻ വീണ്ടും അതെടുത്ത് വെച്ച് എഴുതുമ്പോൾ എഴുതുന്നതാണ്. മാധവൻ എഴുതിയാൽ അങ്ങനെ വരൂ, അതുകൊണ്ട് പറഞ്ഞാണ്. അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഓർവെൽ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയുടെ ചില കാര്യങ്ങൾ. ജോർജ് ഓർവെലിൻ്റെ ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻ്റലിജൻ്റ്, അതായത് ആനിമൽ ഫോം എഴുതിയ ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പരിഹസിച്ചുകൊണ്ട് ആനിമൽ ഫോം എഴുതിയ ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ആനിമൽ ഫോം എഴുതുമ്പോൾ അന്ന് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും ഈ മനുഷ്യനോട്, ഇങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ ഇപ്പോഴും പാർട്ടി എന്ന് പറയുന്നൊരു ആനിമൽ ഫോമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തോട് അങ്ങനെ യാതൊരു പ്രത്യേകിച്ച് വൈരാഗ്യവും തോന്നുന്നില്ല. അത് വളരെ റൈറ്റ് ക്രിറ്റിസിസമാണ്. ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ജോർജ് ഓർവെലിൽ നിന്നാണ്. ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർവെൽ ഗാന്ധിയെ പറ്റി എഴുതിയിട്ടുള്ള ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെപ്പറ്റി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സ്വകാര്യ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡൊമിനിക് ലാബിയറും കോളിൻസും എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അതൊന്നും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല, അത് ഗാന്ധിയുടെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഗാന്ധിസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ ഒരുപോലെ നമ്മൾ വിലയിരുത്തണം. അദ്ദേഹം പോസിറ്റീവായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞില്ലേ, ഈ നിസ്സഹരണ പ്രസ്ഥാനം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞില്ലേ, ഈ ഖാദി പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊരു ഭയങ്കര അടിയായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർ പറഞ്ഞില്ല, അത് വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ചർക്കയും നൂലും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സ്വദേശി വസ്ത്രം മാത്രമേ ധരിക്കൂ, അല്ലെങ്കിൽ സ്വദേശിവാദം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ അതിനകത്തൊരു റിയാക്ഷണറി ആയിട്ടുള്ളൊരു അംശം ഉണ്ടെങ്കിൽ പോലും അത് ബ്രിട്ടീഷുകാർക്കുള്ളൊരു ഉപരോധം എന്നുള്ള രീതിയിൽ നല്ലൊരു സമരായുധമായിരുന്നു.
അതൊക്കെ ഗാന്ധിജിയുടെ ഒരു മൗലികമായ പ്രതിഭാശേഷിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതിന് ഇരട്ടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഒരു തെറ്റാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ഖിലാഫത്തുമായിട്ട് കൂട്ടുകൂടി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വിമർശിക്കേണ്ടത് വേറെ ആരും ഒരു വാര്യൻകുന്നനെ വിമർശിച്ചിട്ട് കാര്യമില്ല. വാര്യൻകുന്നം വാസ് ഒൺലി എ വിക്ടിം. കാര്യം വെച്ച് കഴിഞ്ഞാൽ 4 സഹോദരന്മാർ ഒരു വലിയ പടനീക്കം നടത്തിയിട്ട് ഒരു വലിയ ആഹ്വാനം നടത്തുന്നു. ഗാന്ധിജി, സമാരാധ്യനായ ഗാന്ധിജി അതിൻ്റെ മുമ്പിൽ നിന്ന് 1920 ആകുമ്പോഴത്തേക്ക് ഗാന്ധിജി ഇതിൻ്റെ ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞു. അതായത് ജിന്നയെ പുകച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇരുകൂട്ടർക്കും സ്വീകാര്യനായി തീർന്നു കഴിഞ്ഞു. അപ്പോൾ മഹാത്മാവായ ഗാന്ധിജി ഇവിടെ വന്ന് ഒരു ആഹ്വാനം നടത്തി കഴിയുമ്പോഴത്തേക്ക് അത് മലബാറിലുണ്ടാക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഐക്യം ഉണ്ടാക്കേണ്ടതാണ്. ആ ഐക്യം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ അതിനെ ലീഡ് ചെയ്തത് അത് ആലി സഹോദരന്മാരായിരുന്നു എന്നും അവരുടെ നാവ് മുസ്ലിം വർഗീയതയുടെ നാവായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ നാവ് ഒരിക്കലും ജിന്നയെപ്പോലെ ഒരാൾക്ക് സഹിക്കാനാവില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഗാന്ധിജി ചെയ്തത് ഒരു വലിയ അപരാധമായി തീരുകയും അത് നമ്മുടെ രാജ്യത്തെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇവിടെ ഇത് പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ചരിത്രത്തെ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇപ്പോൾ ശിവായി ലഹള എന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണോ? അതിൻ്റെ അനന്തര ഫലങ്ങളെന്ന് പറയുന്ന ഒറ്റപ്പെട്ട സംഭവമാണോ? ശിവായിയുടെ ഒരു മ്യൂട്ടിണി എന്നത് തുടങ്ങിയിട്ട് പിന്നെ അത് വേറെ രീതിയിൽ പടർന്നു പിടിക്കുന്നു. അതുപോലെ ഈ തരത്തിൽ ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരം തുടങ്ങിയിട്ട് അത് വേറൊരു രീതിയിൽ പടർന്നു പിടിക്കുന്നു. അങ്ങനെ പടർന്നു പിടിക്കുമ്പോഴത്തേക്ക് അത് മറ്റൊന്നായിട്ട് മാറുന്നു. അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് അതിനെ അടർത്തി മാറ്റിയിട്ട് ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്ന സവിശേഷമായ ഒരു കലാപം മാത്രമായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രധാനപ്പെട്ട തീമിലേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല. പിന്നെ വന്നിട്ടുള്ള ഇന്നത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു സൽക്കർമ്മം എന്ന് പറയുന്നത്, നമുക്കിവിടെ 150 പേരടങ്ങുന്ന ഒരു വക്കീലന്മാരുടെ സംഘം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കേസുകളൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിനെതിരെ ആരൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഈ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര റിട്ട് പെറ്റീഷൻ കേരള ഗവൺമെൻറ്റിനെതിരെ വരുന്നുണ്ട്. ചിലതിലിപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ ശരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള കക്ഷി ആയിരിക്കില്ല. എന്നാലും കേരള ഗവൺമെൻറ് എത്ര കേസുകൾ കൊടുത്തിട്ടുണ്ട്, അത് എത്രയിൽ തോറ്റിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ അവരുടെ ഈ സ്റ്റാഫിനെ ഉപയോഗിച്ച് തന്നെ അത് നടത്തുന്നു എന്നുള്ള ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞതിന് ശേഷം കേരളത്തിന് കേസ് നടത്താൻ വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ വരുത്തിയ വകയിൽ ഒരു 5 കോടി രൂപ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സംസ്ഥാനത്ത് ഈ പറയുന്ന നമുക്കൊരു അഡ്വക്കേറ്റ് ജനറലും അയാളുടെ ഒരു ഓഫീസും ഉണ്ട്, ഒരു പ്രോസിക്യൂട്ടർ ജനറലും അയാളുടെ ഒരു ഓഫീസും ഉണ്ട്. അതിൽ വരുന്ന ആൾക്കാർ അവരുടെ ബുദ്ധിവിശേഷം കൊണ്ട് പറയാൻ കഴിയാത്ത അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൊണ്ടുവരേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് സുപ്രീം കോടതി ജഡ്ജിമാർ മേലുള്ള ഈ പറയുന്ന വക്കീലന്മാർക്ക് അവരുടെ ഒരു വെയിറ്റ്, അവരുടെ ഒരു ഭാരമെന്ന് പറയുന്നത് അത് ജുഡീഷ്യറിക്ക് വിപരീതമായി പോകുന്നതും, അതായത് പറയുന്ന വക്കീലിൻ്റെ ഭാരം അനുസരിച്ചാണ് വെർഡിക്റ്റ് വരുന്നതെങ്കിൽ അത് ഒരു നീതിബോധമുള്ള ഒരു വെർഡിക്റ്റ് ആയിരിക്കില്ല. അത് നമ്മുടെ ജുഡീഷ്യറിക്ക് എതിരെയുള്ള ഒരു കൽപ്പനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത് എത്രത്തോളം അൺഡെമോക്രാറ്റിക്കാണ്, അത് എത്രത്തോളം അൺജസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് പറയുന്ന വക്കീലിൻ്റെ ഭാരമാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡൽഹിയിൽ പോയി ഭാരമുള്ള ഒരു വക്കീലിനെ ചുമന്നു കൊണ്ടുവന്ന് നമ്മുടെ കേസ് വാദിക്കാൻ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിലഷണീയമല്ല. കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റിസ്റ്റ് ഗവൺമെൻറ് ആകുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റിസ്റ്റ് ട്രഡീഷണലിൽ നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും സമർത്ഥനായ അഡ്വക്കേറ്റ് പറയുന്നതിനപ്പുറം എന്തെങ്കിലും വല്ലതും അവിടെ പറയാനായിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പഠിക്കുന്ന നിയമവും അതിൻ്റെ വാദഗതികളും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ സാമാന്യഗതിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ശേഷിയുള്ള വക്കീലന്മാർ കേരളത്തിലുണ്ട്. അത് ശേഷിയുള്ള വക്കീലന്മാരെ നമ്മൾ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് സമർത്ഥമായിട്ട് അവിടെ ആർഗ്യുമെൻറ്റ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സ് പരിശോധിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ന്യായം കിട്ടും. അതല്ല വക്കീലിൻ്റെ ഭാരം നോക്കിയാണ്
ഒരു ശാന്തി ഭൂഷണോ പ്രശാന്തി ഭൂഷണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കപിൽ സിബിലിൻ്റെ ഒക്കെ കാലത്തൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊക്കെ അവിടെ കയറി നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജഡ്ജിമാരെണീറ്റ് തൊഴുതു തന്നിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെക്കാളൊക്കെ സീനിയറായിട്ടുള്ള വക്കീലാണ്. അവരൊക്കെ കുട്ടികളായി ഈ സുപ്രീം കോടതി ജഡ്ജിമാർ കുട്ടികളായിരിക്കുമ്പോഴേ ഈ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ് അവിടെ ചെല്ലുന്നത്. അവരവിടെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് പിന്നെ ഇവരങ്ങ് ഉയർന്ന് സുപ്രീം കോടതി ജഡ്ജി വരെ ആയിപ്പോയി. എനിക്ക് ഈ പ്രൊഫഷൻ മതിയെന്നും പറഞ്ഞ് കപിൽ സിബിലും മറ്റും അവരവരുടെ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞില്ലേ നരിമാനൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ആയത്. അപ്പോൾ അതുകൊണ്ട് ചില നല്ല ഇപ്പോൾ ചന്ദ്രചൂഡിനെ പോലെയുള്ള നല്ല ജഡ്ജസൊക്കെ വരും. അവരിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ 5 കോടി രൂപ എന്ന് പറയുന്നൊരു ധൂർത്ത്, 5 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമാണ്. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. പക്ഷേ അത് പബ്ലിക് ട്രഷറി എന്ന് പോകുമ്പോൾ ഒരു നഷ്ടം തന്നെയാണ്. ഏത് കേസ് പറയാനും നമ്മുടെ ആൾക്കാരെ നിയോഗിക്കുന്ന അതിന് നമ്മുടെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ എത്ര കോടികൾ മാസം തോറും ചെലവഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ പരിശോധിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇനിയും ഓസ്റ്റിയറിറ്റി മെഷേഴ്സ് നമ്മൾ കൈക്കൊള്ളുന്നില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വളരെ ആപൽക്കരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ ചെലവ് ചുരുക്കൽ എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്യത്തിലെത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ പുതിയ രീതിയിലൊരു സാമ്പത്തിക ആസൂത്രണം വേണം. ഈ ആസൂത്രണത്തിൻ്റെയും സാമ്പത്തിക കാര്യത്തിൻ്റെയും മന്ത്രി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതല അതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ, ധനം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് കൊടുക്കണം, ഏതെല്ലാം സോഴ്സിൽ കൂടി ധനം കണ്ടെത്താൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു മന്ത്രി മാത്രമാണ് ധനകാര്യമന്ത്രി. എക്കണോമിക് ആൻഡ് പ്ലാനിങ് അഫയേഴ്സ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു പ്ലാനിങ് ബോർഡുണ്ട്. ആ പ്ലാനിങ് ബോർഡാണ് പ്രധാനമായിട്ടും എങ്ങനെയായിരിക്കണം നമ്മുടെ എക്കോണമിയുടെ സ്വരൂപം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത്. അവിടെയൊക്കെ അതിൻ്റെ വർക്ക് നടത്തുന്നതിന് പകരം ഇതൊരു അലങ്കാരം പോലെ എക്കണോമിക് ആൻഡ് പ്ലാനിങ് അഫയേഴ്സ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതുകൊണ്ട് നടക്കുകയും അവിടെ ഒരു പ്ലാനിങ്ങും ഇല്ല. പ്ലാനിങ് എന്ന് പറയുന്നത് പോയി കടം വാങ്ങുന്നതാണ് പ്ലാനിങ് എന്ന് പറയുകയും അല്ലെങ്കിൽ ധൂർത്തടിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ എത്തിയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതും കൂടി പറയേണ്ടി വന്നത്. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥിരം അവസാനം മാറ്റി വെച്ചത് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലാകെ 60.39 കോടി ആളുകൾക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. അതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ VD സതീശന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് RT-PCR ചെയ്യണമെന്ന് പറയുന്നുണ്ട്. RT-PCR ചെയ്യണമെന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ല, അത് ആത്മാർത്ഥമാണ്. വെച്ചാൽ നമുക്ക് അവൈലബിൾ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ക്ലിനിക്കൽ ഒരു പാത്തിലേക്ക് കൊണ്ടുപോകാതെ, ക്ലിനിക്കലി ഒരു ഡയഗ്നോസ്റ്റിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും, പ്യുവറായിട്ട് ഡയഗ്നോസ്റ്റിക് റിസൾട്ട് തരുന്നതാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡയഗ്നോസ്റ്റിക് മെഷറിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ശേഷിയുള്ളൊരു ടെസ്റ്റാണ് RT-PCR എന്ന് പറയുന്നത്. ആ RT-PCR ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ആളുടെയും രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനോ കൺഫേം ചെയ്യാനോ പറ്റില്ല. നിങ്ങളിവിടെയുള്ള ലാബുകൾ, ICMR അപ്രൂവ് ചെയ്തിട്ടുള്ള ലാബുകൾ, അതിൽ ഈ ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രയാജ് ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തി നിങ്ങൾക്ക് ഒരുപക്ഷെ രോഗമുണ്ടാകും എന്ന് സംശയമുള്ളവരെ നിങ്ങൾക്ക് RT-PCRന് വിധേയമാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഒന്നുകൂടി ഡയഗ്നോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അതായത് ഈ ലോകമാസകലം ഇതിനൊരു ട്രയൽ ടെസ്റ്റ് ആയിട്ട് മാത്രമേ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനോ കൺഫേം ചെയ്യാനോ പറ്റില്ല. അത് എവിടെയെങ്കിലും കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ല മറിച്ചാണ് എന്ന് വീണ ജോർജിന് എവിടെ നിന്നെങ്കിലും ഒരു രേഖ എടുത്ത് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ഓർ കൺഫേം COVID-19. ആൻറ്റിജൻ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കൺഫേം ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ക്ലിനിക്കൽ ടെസ്റ്റ്. ഇതിനെപ്പറ്റി ഗവേഷണം നടത്തിയൊരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. അത് വായിച്ചിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. ഒരു ഗവേഷണം നടത്തിയ ഒരു ടീമിൻ്റെ റിപ്പോർട്ടാണ് അത്. ഡീക്സ് ആൻഡ് ഡിന്നസ് എന്ന് പറയുന്ന ഒരു 10-20 സായിപ്പന്മാരോട് നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ്, ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടാണ്. ദി ഫൈൻഡിങ്സ് ഹിയർ ഹാവ് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി. അതായത് ഈ പറയുന്ന
ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ആസ് വി ആർ അൺസർട്ടൺ വെദർ ടെസ്റ്റ് വിൽ പെർഫോം ഇൻ ദി സെയിം വേ ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ്. അതായത് ഈ തരത്തിലുള്ള ആ പോയിൻ്റ് ഓഫ് ടൈം ആ സമയത്ത് റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കിട്ടുന്ന റിസൾട്ട് പോലെ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു സിംറ്റംസ് ഓഫ് COVID-19, ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസ് ഓർ ഇൻ അസിംറ്റമാറ്റിക് പീപ്പിൾ ക്യാൻ ബി യൂസ്ഡ് ടു ട്രയേജ് ഓഫ് RT-PCR യൂസ്. COVID-19 സംബന്ധിച്ചിടത്തോളം അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഡ്യൂറേഷൻ ഓഫ് സിംറ്റംസിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലെത്തുന്നതിന് സഹായിക്കുന്ന ഒരു ട്രയേജ് ടെസ്റ്റാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് നോ ക്ലിനിക്കൽ യൂസ്. അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസിനുള്ള ഒരു ടെസ്റ്റല്ല. But the evidence currently is not strong enough to determine how useful they are in clinical practice. അപ്പോൾ ക്ലിനിക്കൽ പ്രാക്ടീസിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അതൊരു ക്ലിനിക്കൽ വാലിഡിറ്റി ഇല്ലാത്തൊരു ടെസ്റ്റാണിത്. ആ ഒരു ടെസ്റ്റ് കൊണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഡയഗ്നോസിസ് നടത്താൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. അതിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത് 0 to 94% വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് പിന്നെ എന്തൊരു ടെസ്റ്റാണ്? 0 to 94% വരെ സെൻസിറ്റിവിറ്റി ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിന് പിന്നെ എന്താണ് വാലിഡിറ്റി? 0 മുതൽ 100 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്? യാതൊരു വാലിഡിറ്റി ഇല്ലാത്തൊരു ടെസ്റ്റാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. രണ്ടാമത്തത്, ICMR കുറേ ലാബുകൾ, കേരളത്തിൽ കുറേ ലാബുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ലാബുകൾ ഏതൊക്കെ ടെസ്റ്റിനാണെന്നുള്ള കാര്യം അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്താവുന്ന ഒരു ലാബിനെയും അംഗീകരിച്ചിട്ടില്ല. കാരണം അവർ ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിനെ ഒരു ടെസ്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല. ICMR അംഗീകരിക്കുന്നില്ല. പിന്നെ ആരംഗീകരിച്ചിട്ടാണ് നിങ്ങളിത് നടത്തിയിട്ട് നിങ്ങൾ 30,000 പേർക്ക് രോഗമുണ്ടെന്ന് പറയുന്നത്? നിങ്ങൾക്കൊരു രേഖ കാണിക്കാമോ? ഈ VD സതീശൻ ഇത് പറയുമ്പോൾ RT-PCR ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് RT-PCR ഒരു 19,000 ചെയ്യുമ്പോൾ 20,000 ചെയ്യുമ്പോൾ നിങ്ങൾ 1.5 ലക്ഷം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഈ 1.5 ലക്ഷം ഇവിടെ ചെയ്ത് ഇങ്ങനെ കാശും നാടും മുടിക്കണമെന്നുള്ള കാര്യമാണ് സതീശൻ ചോദിക്കേണ്ടത്. RT-PCR ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. RT-PCR ഇവിടെ എത്ര ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള ലാബ് ഇവിടെ ഉള്ളു സതീശ. അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലാത്ത കാര്യം നമ്മൾ എന്തിനാണ് പറയുന്നത്? വെറുതെ വഴിപോലൊക്കെ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾക്കെല്ലാം ഈ ടെസ്റ്റാണെന്ന്, ഈ രോഗമാണെന്ന് പറയുന്ന ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിനെ ICMR പോലും, ICMR എന്ന് പറയുന്നതിന് പറഞ്ഞില്ലേ ഒരു ഫ്രോഡുലൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വൈ? കാരണം ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട്. അവർ മരണത്തിൽ മായം കലർത്താൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരാണ്. അതിനെ ഇയാൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, സതീശൻ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. എങ്ങനെ അത് ശരിയാകുമെന്ന് ചോദിക്കുന്നില്ലല്ലോ. വീണ ജോർജ് ചോദിക്കുന്നില്ലല്ലോ. വീണ ജോർജ് ഇതും ചെയ്യുന്നതല്ലേ? റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഇത്രയും ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞ് എണ്ണപ്പെരുപ്പം കാണിക്കുന്ന ആളാണ്. ആ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല. അത് ക്ലിനിക്കലി അതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അതുകൊണ്ട് ICMR ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്ന ഒരു ലാബിനെയും അംഗീകരിച്ചിട്ടില്ല. അതായത് ICMR ഒരു ലിസ്റ്റുണ്ട്. ICMR അതായത് കേരളത്തിൽ, ഇന്ത്യയിൽ അത് അംഗീകരിച്ചിട്ടുള്ള ലാബുകളെ പറ്റിയുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ICMR അപ്രൂവ്ഡ് ലാബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ICMR ഗവൺമെൻറ് ലാബ്സ് എന്ന് പറയുന്നത് ആകെ 637 ഗവൺമെൻറ് ലാബ്സിനെയാണ് ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ലാബ്സ് 240. അപ്പോൾ അതിൽ RT-PCR എന്ന് പറയുന്നത് 524 ഗവൺമെൻറ് 343, 18. അതാണ്
ICR അപ്രൂവ്ഡ് ഗവൺമെൻറ് ലാബ്സ് എന്ന് പറയുന്നത് 637 എണ്ണം, പ്രൈവറ്റ് ലാബ്സ് എന്ന് പറയുന്നത് 240 എണ്ണം മൊത്തത്തിലുള്ളത്. അതിൽ RT-PCR ചെയ്യാൻ യോഗ്യതയുള്ളത് 524 ലാബുകളാണ്. ട്രൂനാറ്റ് ചെയ്യാൻ യോഗ്യതയുള്ളത് 283 ലാബുകളാണ്. CB-NAT ടെസ്റ്റ് ചെയ്യാൻ യോഗ്യതയുള്ളത് 70, ആകെ 70 ലാബുകളാണ്. ടോട്ടൽ നമ്പർ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് 877 ലാബ്സിനാണ് അനുമതി കൊടുത്തിട്ടുള്ളത്, ICR അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ RT-PCR ഉണ്ട്, ട്രൂനാറ്റ് ഉണ്ട്, CB-NAT ടെസ്റ്റ് ഉണ്ട്, പിന്നെ ടോട്ടൽ ഈ ലാബ്സ് 877 എണ്ണമാണ്. കേരളത്തിലാണെങ്കിൽ RT-PCR ചെയ്യാനായിട്ട് ഗവൺമെൻറ് 22 ഗവൺമെൻറ് ലാബുകൾക്കും പ്രൈവറ്റ് 12 ലാബുകൾക്കും 34 ലാബുകൾക്ക് മാത്രമേ ICR അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിൽ 34 ലാബുകൾക്ക് മാത്രമേ RT-PCR ചെയ്യാനായിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. അവിടെ നിങ്ങൾ എങ്ങനെയാണ് 2 ലക്ഷം ടെസ്റ്റ് ചെയ്യുന്ന ദിവസം? ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് 19,000 ടെസ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല ഈ 22 ലാബിൽ നിന്ന്. 22 ലാബ് ആകെയുള്ള ഈ 22 ലാബ്, ഇതിൽ ഈ ഗവൺമെൻറ് ലാബ്സ് കുറേയൊക്കെ ഡിപ്പെൻഡബിളാണ്, ഒരു 4-5 എണ്ണമെങ്കിലും ഡിപ്പെൻഡബിളാണ്. പ്രൈവറ്റ് ലാബ്സിൻ്റെ കാര്യം അത് നമുക്കറിയാം, അത് അവരുടെ മനോധർമ്മം പോലെയാണ്. അവരുടെ ലാഭമോഹ ചിന്തകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവരതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട. എന്നാലും 22, 12, 34 ലാബ്സാണ് RT-PCR ചെയ്യാനായിട്ട് ICMR അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ട്രൂനാറ്റ് ചെയ്യാനായിട്ട് ഉള്ളി 6 ലാബ്സ്, 6 ലാബ്, കേരളത്തിൽ 6 ലാബ് മാത്രമാണ് ട്രൂനാറ്റ് ചെയ്യാനായിട്ട് കേരളത്തിൽ അധികാരപ്പെടുത്തിയിട്ടുള്ളത്. CB-NAT ചെയ്യാനായിട്ട് 8 ലാബാണ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കണക്ക്. 34, 40, 48 ലാബുകളെയാണ് ICMR അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കണക്ക്. ഈ പറയുന്ന RT-PCR ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ലാബ്. ഇതിൽ ആൻറ്റിജനെ പറ്റി മിണ്ടുന്നേ ഇല്ല. ഇറ്റ് ഈസ് ഓൺലി ട്രയാജ് ടെസ്റ്റ്. ട്രയാജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ആദ്യം എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ബന്ധുക്കൾ പരിശോധിക്കുന്നതാണ് ട്രയാജിൻ്റെ ആദ്യത്തെ ഘട്ടം. രണ്ടാമത് ഈ രോഗം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോകും. മൂന്നാമത് ആശുപത്രി കൊണ്ടുപോയിട്ട് നമ്മൾ അയാളെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുക. ഈ 3 ഘട്ടങ്ങളാണ് ട്രയാജിനുള്ളത്. അല്ലാതെ അവിടെ ടെസ്റ്റൊന്നും നടക്കുന്നില്ല. അങ്ങനെ നടത്താവുന്ന പറഞ്ഞില്ലേ, ഒരു സർവൈലൻസ് നടത്തി നമുക്ക് രോഗലക്ഷണം ഉണ്ട് എന്ന് സംശയമുള്ള ഒരാളിനെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു ടെസ്റ്റായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് സ്വാഭാവികം ചെയ്യേണ്ട, ഒരു പക്ഷേ ഇയാൾക്ക് രോഗം ഉണ്ടായേക്കാം, ഇയാൾ പോസിറ്റീവ് ആയേക്കാം. ഇതിൽ കാണുന്ന ഈ ആൻറ്റിജൻ ടെസ്റ്റിലൂടെ കാണുന്ന റിസൾട്ട് ഈസ് നോട്ട് എ റിസൾട്ട്. അത് അംഗീകരിക്കുന്നില്ല, ICMR പോലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ ടെസ്റ്റിനെ നമ്മൾ പാടെ വെട്ടിക്കളയുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര ടെസ്റ്റ് നടന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഇവിടെ ആകെ അംഗീകരിച്ചിട്ട് 34, 6, 40 കിട്ടും, 40, 8, 48 ലാബ്സാണ് ഈ RT-PCRനും ട്രൂനാറ്റിനും CB-NATനും വേണ്ടി അപ്രൂവൽ കൊടുത്തിട്ട് 48 ലാബ് മാത്രമാണ്. ഇവിടെ എത്ര ലാബുകളിലാണ് കേരളത്തിൽ ഇതിൻ്റെ ഈ സ്വേദം കളക്ട് ചെയ്യുകയും പരീക്ഷണം നടത്തുകയും ചെയ്യുന്നത്? ഇത് അനധികൃതമല്ലേ? നിങ്ങളീ പറഞ്ഞില്ലേ, ശാസ്ത്രീയമായിട്ട് എന്തായാലും ICMR പറയുന്ന മരണക്കണക്ക് മായം കലർത്തിയാണെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യുന്നുണ്ടല്ലോ ICMRൻ്റെ പിൻബലത്തിൽ. അവിടെ കാണിക്കാവുന്ന കൃത്രിമം കാണിക്കണം എന്ന് ICMR പറയുന്നിടത്ത് നിങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അത് അംഗീകരിക്കുന്നുമില്ല. അതാണ് ഈ ടെസ്റ്റിൻ്റെ കാര്യത്തിലും ഈ മരണക്കണക്കിൻ്റെ കാര്യത്തിലും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞില്ലേ, ഒരു TS അനീഷ് കുമാർ, പിന്നെ രാജീവ് ജയദേവൻ എന്ന് പറയുന്ന കുറേ ഡോക്ടർമാർ ദിവസവും വന്നിരുന്നു പാചകം അടിക്കുമല്ലോ. പാചകം അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയണം ഈ റാപ്പിഡ് ആൻറ്റിജൻ ആയാലും മതി എന്ന് ഡോക്ടർ എന്നെ മരുന്നിരുന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടു, അതിൽ പിന്നെ നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും RT-PCR ചെയ്യാമല്ലോ എന്ന് ഒരു ഫലിതവും കൂടെ അദ്ദേഹം പറഞ്ഞു. ഇത്രയും ഇൻസെൻസിബിളായിട്ട് നമ്മൾ സംസാരിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞില്ല, ഇതിൽ നെഗറ്റീവായിട്ട് കാണുന്നവരെ നമ്മൾ വീണ്ടും അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം ആദ്യം അങ്ങ് RT-PCR ചെയ്താൽ പോരെ എന്നാണ് ആദ്യമേ ഈ ജോൺ ടി ജേക്കബ് സാർ ചോദിച്ചത്. ഈ 2 പ്രാവശ്യം ചെയ്യിക്കുന്നതിനാ? അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല.
നിങ്ങൾ ചെയ്യുന്ന ഈ ടെസ്റ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ കണക്കുകളും കൂടെ എടുക്കുക. ഇന്നലത്തെ കണക്കുകൾ ഞാൻ എടുക്കേണ്ട ഒരു ദുർഗതിയിലാണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ ഞാൻ ഇതിൽ തിരയുമ്പോഴത്തേക്ക് ഞാൻ 25-ാം തീയതി വരെയുള്ള കണക്കുണ്ടായിരുന്നു. ഞാൻ ഇന്ന് 26-ാം തീയതിയുടെ കണക്ക് നോക്കിയിട്ട് 26-ാം തീയതിയുടെ കണക്ക് കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടില്ല, ടെസ്റ്റിൻ്റെ കണക്ക്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. 25-ാം തീയതി ഇന്നലത്തെ നോക്കിയപ്പോഴത്തേക്ക് അതുണ്ട്. അപ്പോൾ 25-ാം തീയതി, ഇന്നലെ 26-ആയിരുന്നു, 26-ാം തീയതി രാവിലെ അത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഉണ്ട് അതിൻ്റെ ടെസ്റ്റിന്. രാവിലെ അല്ല, എനിക്ക് തോന്നുന്നു 25-ാം തീയതി രാത്രി തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 25-ാം തീയതിയിലെ ടെസ്റ്റിൻ്റെ കണക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ 26-ാം തീയതി നോക്കിയിട്ട് 25-ാം തീയതി കിട്ടുന്നുണ്ട്, 26-ാം തീയതിത്തെ കണക്ക് കിട്ടുന്നില്ല. അതെന്ത് പറ്റി? യു ആർ കൺസീലിങ് സംതിങ്. നിങ്ങളുടെ ഈ പെശക് ഇന്നലെ കണ്ടുപിടിച്ച് പറഞ്ഞപ്പോഴേക്ക്, അതായത് നിങ്ങളുടെ ഈ ടെസ്റ്റിൻ്റെ കണക്കിൽ വരിക്കുന്ന അത്യാപത്തിൻ്റെ ആഴം വളരെ വ്യക്തമാകുന്ന രീതിയിൽ കണക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് 26-ൻ്റെ കണക്ക് ഇനി വീണ്ടും മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വെച്ച് താമസിപ്പിക്കുകയാണ്. അതായത് 26-ാം തീയതിയുടെ 25-ാം തീയതിയുടെ കണക്ക് 25-ാം തീയതി രാത്രി 10 മണിക്ക് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി. 26-ാം തീയതിയുടെ കണക്ക് 27-ാം തീയതി രാവിലെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ എന്താ താമസം വരുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. എ ഗെയിം ഈസ് ഗോയിങ് ഓൺ. ദിസ് ഈസ് എ ഗെയിം. ഒരു ഗെയിം, ഒരു കളി കളിക്കുകയാണ് അവൻ. നമ്മുടെ തലയിൽ കയറിയിരുന്ന അവൻ ഒരു കളി കളിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ ഇന്നലത്തെ കണക്കിനെ ഞാൻ ആവർത്തിക്കാം. RT-PCR ആകെ ചെയ്തിട്ടുള്ളത് 13,939 25-ാം തീയതി ചെയ്തത്. ആകെ ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് വാലിഡ് എന്ന് പറയാവുന്ന ടെസ്റ്റുകൾ 13,939 25-ാം തീയതി, 13,853 24-ാം തീയതി. ആൻറ്റിജനസ് അത് എത്ര? 19,18,164 ആൻറ്റിജൻ 25-ാം തീയതി. മറ്റത് 18,91,774 24-ാം തീയതി. അപ്പോൾ ഇത് പറഞ്ഞാൽ ഓരോ ദിവസവും ഇച്ചിരി കൂടി ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. എന്നാലും ആൻറ്റിജൻ ടെസ്റ്റ് ആകെ 25-ാം തീയതി നടത്തിയിരിക്കുന്നത്, അതായത് 25-ാം തീയതി 31 കൂടുതൽ രോഗികളുള്ള ദിവസമാണ്. ആകെ നടത്തിയിട്ടുള്ള ആൻറ്റിജൻ ടെസ്റ്റ് 13,939. പിന്നെ വരുന്നത് CB NAT ടെസ്റ്റാണ്. അപ്പോൾ CB NAT ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് 94,735 പേർക്കാണ്. ട്രൂനാറ്റ് 69,218 പേർക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കാനുള്ളത് ട്രൂനാറ്റിനിവിടെ ആകെ 6 ലാബേ ഉള്ളൂ. ഒരു ദിവസം 6 ലാബ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൂ. CB NATന് ആകെ 8 ലാബ് അപ്രൂവ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 6 ലാബ് മാത്രമുള്ള കേരളത്തിൽ 94,735 പേർക്ക്, ഇപ്പോൾ 1,00,000 തികയുന്നില്ല, 94,735 പേരുടെ സ്വേദം പരിശോധിച്ച് ഈ 6 ലാബിൽ കൂടെ റിസൾട്ട് ഉണ്ടാകും. നമ്മൾ വിശ്വസിച്ചോളണം കറക്റ്റായിരിക്കും. ട്രൂനാറ്റ് ആകെ 8 ലാബാണുള്ളത്. അവിടെ നിന്ന് 69,000 അല്ല, 6,92,189. 6 1 7 ലക്ഷമായിട്ട് നമ്മൾ കൂട്ടിക്കൊള്ളും. 7 ലക്ഷമായിട്ട് കൂട്ടിയിട്ട് ഈ 13,000 ആയിട്ട് കൂട്ടിയാൽ എത്ര വരും? മാക്സിമം വന്നാൽ ഒരു 20 ലക്ഷം ടെസ്റ്റ് നിങ്ങൾ നടത്തിയെന്ന് വരും. പക്ഷേ നിങ്ങളുടെ രോഗികളുടെ എണ്ണം 31,000 നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റ്, ആൻറ്റിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ട്രയൽ ടെസ്റ്റ് ആൻഡ് നോട്ട് എ ക്ലിനിക്കൽ ടെസ്റ്റ്. അത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മറ്റ് 3 നമ്മൾ അംഗീകരിക്കുന്നത് വെച്ചാൽ ICMR അംഗീകരിക്കുന്നു. ICMR അംഗീകരിക്കുന്ന ഈ 3 ലാബിൽ നിന്ന് വന്നിട്ടുള്ള ആകെ ടെസ്റ്റുകളുടെ എണ്ണം 20,000 ആയിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന രോഗികളുടെ എണ്ണം 31,000 ആയിരിക്കും. ഇത് നിങ്ങൾ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ICRൻ്റെ ഈ ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ അത് അംഗീകരിപ്പിക്കുക. ആൻറ്റിജൻ ടെസ്റ്റ്, ഈ പറയുന്ന റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് അംഗീകരിപ്പിക്കും. ഇവിടെ നിങ്ങൾ ഓരോന്നിൻ്റെ ആൻറ്റിജൻ എസ് ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, CB NAT കൊടുത്ത്. ആൻറ്റിജനിൽ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്
അതിൻ്റെ നോട്ട്സിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സ്ട്രിക്ട്ലി ക്ലിനിക്കൽ അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹേർഡായിട്ട് ഇരിക്കുമ്പോഴോ ഒരു ഗ്രൂപ്പായിരിക്കുമ്പോഴോ ക്ലസ്റ്ററായിരിക്കുമ്പോഴോ ചെയ്യാവുന്ന ഒന്നാണ് ആൻറ്റിജൻ ടെസ്റ്റ് എന്നൊക്കെയാണ് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചിട്ടാണ് ആൻറ്റിജൻ എസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 19,11,164 ഈ 19,7,26 ആയപ്പോലും നിങ്ങളങ്ങനെ 31,000 പേരെ നിങ്ങൾ കണ്ടെത്തും രോഗികളായിട്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞില്ലേ ഈ 13,939 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ടെസ്റ്റ്. നിങ്ങൾ RT-PCR ചെയ്യാൻ പറഞ്ഞില്ല. ഇപ്പോൾ 628 പറഞ്ഞില്ലേ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര RT-PCR ചെയ്യാനായിട്ട് നമുക്ക് 34 കേന്ദ്രങ്ങളുണ്ട്. ഈ 34 കേന്ദ്രങ്ങളുടെ കൂടെ 34 6 40 40 48 ഒരു 14 കേന്ദ്രങ്ങളും കൂടെ ചെയ്താലും നിങ്ങളുടെ ടെസ്റ്റ് എത്ര ഈ പറയുന്ന 20-ന് താഴെ നിൽക്കുകയുള്ളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആൻറ്റിജൻ കണക്കാക്കാൻ പറ്റില്ല. ആൻറ്റിജൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ടെസ്റ്റല്ല. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ടുള്ള ലാബുമില്ല. ICMR അപ്രൂവ് ചെയ്തിട്ടുള്ള ലാബിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ല. എന്നാലേ പറയാൻ പറ്റും. ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ഇന്ന ലാബുകളിൽ ചെയ്യാം, അത് ICMR അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഇത് ICMR എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർ എന്താണ് എങ്ങനെയാണെന്നുള്ളതല്ല, അത് ഒഫീഷ്യലി അപ്രൂവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഓക്കെ എന്ന് പറയുന്നില്ല, അവർ പറയുന്നതല്ല ശരിയായതുകൊണ്ടല്ല. അപ്പോൾ അവർ പോലും പറയാത്ത ഒരു ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ട് നിങ്ങളിങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നത് ശരിയാണോ? ഇത് വീണ ജോർജ് എന്ന് പറയുന്ന ഈ മന്ത്രിക്ക് ഒരു ശിരസിനുള്ളിൽ ഒരു തലച്ചോറും ഉണ്ട് എങ്കിൽ, അവർക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ, കാണാൻ കഴിയുമെങ്കിൽ, അവരോട് ഞാൻ ചോദിക്കുന്ന വളരെ കൃത്യമായ കേരള ജനത ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ RT-PCR-ഉം CB-NAT-ഉം TrueNAT-ഉം എത്ര ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? 26-ാം തീയതി എത്ര ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നത് ഈ 3 ടെസ്റ്റും കൂടെ ചേർത്തിട്ട്. ഇതിൽ തന്നെ RT-PCR ആണ് ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ലാബ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ 34 ലാബ് നമുക്കുണ്ട് അതിനു വേണ്ടി. ആ 34 ലാബ് ചെയ്ത് അതുകൂടാതെ 14 ലാബും കൂടെ ചേർത്താലും 14 ലാബിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോലും എത്രയാണ് അതിൽ വരുന്ന രസം ഇതാണ്. അതിപ്പോൾ ഈ 14 ലാബിൽ കൂടി പറയുമ്പോഴത്തേക്ക് 94,735, 6,92,189, TrueNAT 6,02,000. അതായത് ഈ 14 ലാബിലൂടെ ചെയ്യുന്നത് ഈ 34 ലാബിൽ ചെയ്യുന്നതിൻ്റെ എത്ര ഇരട്ടിയാണ് നിങ്ങൾ നോക്കണം. 14 ലാബിൽ ചെയ്യുന്നത് അതതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് RT-PCR നിങ്ങൾക്ക് 34 ലാബ് ഉണ്ടായിട്ടും 13,939 എണ്ണയെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ CB-NAT എന്ന് പറയുന്നത് നിങ്ങൾക്ക് 6 ലാബേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾ 94,735 ചെയ്യുന്നുള്ളൂ. ഈ ഡിഫറൻസ് നിങ്ങൾ നോക്കും. TrueNAT എന്ന് പറയുന്നത് എത്ര 8 ലാബേ ഉള്ളൂ. 8 ലാബ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് 6,92,189 ചെയ്യാൻ പറ്റും. പക്ഷേ 34 ലാബുള്ള RT-PCR ലാബിൽ നിന്ന് നിങ്ങൾക്ക് 13,939 ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? വളരെ പ്രകടമല്ലേ? കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോപ്പർ ആൻഡ് ആ ഒരു കറക്റ്റ്നെസ് കിട്ടുന്നതെന്ന് ഞാൻ പറയില്ല. ഒരു കറക്റ്റ്നെസ് അല്ലെങ്കിൽ ആക്യുറസിയെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു ധാരണ ഉണ്ടാക്കുന്ന ഗൗരവമുള്ള ഒരു ടെസ്റ്റ് നടത്താൻ നിങ്ങൾക്ക് 34 ലാബ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 13,939 ടെസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതേസമയം 6ഉം 8ഉം ലാബുകൾ മാത്രം ഉള്ളിടത്തു നിന്ന് നിങ്ങൾ 7 ലക്ഷത്തോളം റിസൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊന്നുമില്ലാത്തിടത്തു നിന്ന് നിങ്ങൾ 19 ലക്ഷം ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടെസ്റ്റിൻ്റെ അശാസ്ത്രീയത ഇവിടെ തന്നെ വ്യക്തമാണ്. ഒന്നാമത് ഈ 19 ലക്ഷം എന്ന് പറയുന്നത് വെട്ടിക്കളയേണ്ടതാണ്. യാതൊരു കാരണവശാലും അത് ട്രയാജ് ടെസ്റ്റാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അത് വെട്ടിക്കളയേണ്ടതാണ്. അതിൽ കണക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ക്ലിനിക്കൽ. അത് ഇറ്റ് ഈസ് പറഞ്ഞില്ലേ ഔട്ട് ഓഫ് റേഞ്ചാണ്, ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. അത് പോയി. പിന്നെ ബാക്കിയുള്ളത് ഈ നിങ്ങൾ പറയുന്ന എത്ര ഈ
6 8 14. ഈ 14 ലാബിൽ നിങ്ങൾ 7 ലക്ഷം ചെയ്യുന്നു, 34 ലാബിൽ നിങ്ങൾ 19,000 ചെയ്യുന്നു. അതിൻ്റെ വൈരുദ്ധ്യം കൂടെ നിങ്ങൾ നോക്കണം. ഇതാരെ കബളിപ്പിക്കാനാണ്? അപ്പോൾ ഈ സംഭവങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര ഒരു ക്ലാരിറ്റിയോട് പറയാൻ വേണ്ടിയുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായ സ്വല്പം അസ്വസ്ഥത ഉണ്ടായിരുന്നുണ്ട്. ആ തരത്തിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് ഞാൻ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. ലാബുകളുടെ എണ്ണം ഇത്ര, RT-PCR ചെയ്യാവുന്ന കേരളത്തിലെ ലാബുകളുടെ എണ്ണം 34, ട്രൂനാറ്റ് ചെയ്യാവുന്നത് 6, അല്ല CB നാറ്റ് ചെയ്യാവുന്നത് 6, ട്രൂനാറ്റ് ചെയ്യാവുന്നത് 8, 6 8 14, 34 14 48 ലാബുകൾ. അതിൽ നിങ്ങൾ 34 ലാബുകളിൽ നിന്ന് 13,000 അല്ലെങ്കിൽ 14,000 ടെസ്റ്റ് നടത്തുന്നു. ബാക്കി ഈ 14 ലാബിൽ നിന്ന് നിങ്ങൾ 7 ലക്ഷം ടെസ്റ്റ് നടത്തുന്നു. അത് സമ്മതിക്കാം. അതുകൂടാതെ നിങ്ങൾ 19 ലക്ഷം ടെസ്റ്റ് നടത്തുന്നത് അത് ക്ലിനിക്കൽ ടെസ്റ്റേ അല്ല. അങ്ങനെ അല്ലാതിരിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ രോഗം സ്ഥിരീകരിക്കുന്നത്? എൻ്റെ സുഹൃത്തെ, ശ്രീമതി വീണ ജോർജിന് മറുപടി പറഞ്ഞാൽ മതിയാവും. കൃത്യമായിട്ടും വീണ ജോർജ് മറുപടി പറഞ്ഞാൽ മതിയാവും. ICMR പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മരണത്തിൽ എങ്ങനെ മായം കലർത്താം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുള്ള ICMR. അതാണ് ICMRൻ്റെ സവിശേഷത, അതാണ് ICMRൻ്റെ ഗുണം. ആ ICMR ടെസ്റ്റിൽ മായം കലർത്താവുന്നതിൻ്റെ പരമാവധി മായം കലർത്താനുള്ള എല്ലാ വകുപ്പുകളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ പോലും വലിച്ചെറിഞ്ഞിരിക്കുന്ന ഈ ആൻറ്റിജൻ ടെസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കളി കളിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ മറുപടി പറയാതെ പറഞ്ഞില്ലേ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ടെസ്റ്റിൻ്റെ കണക്കുകൾ എത്ര RT-PCR ചെയ്തു എന്നുള്ളതിൻ്റെ കണക്കുകൾ എത്ര നമ്മൾ പറഞ്ഞ ഇതിനകത്ത് ഇപ്പോൾ RT-PCR മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ട്രൂനാറ്റും CB നാറ്റും ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നിങ്ങൾ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വേണമെങ്കിൽ അതും കൂടെ കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണം തയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ 10,000 പേര് ടെസ്റ്റ് നടത്തിയിട്ട് 30,000 പേർക്ക് രോഗമുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വേറെ തരത്തിലുള്ള നിങ്ങൾക്ക് ചില രോഗങ്ങളുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അത് ശരിയായ കാര്യം. എന്നിട്ട് ഇതൊക്കെ ടെസ്റ്റായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. ഇതൊന്നും ടെസ്റ്റുകളല്ല, ഇതൊന്നും ശരിയായിട്ടുള്ള ടെസ്റ്റുകളല്ല. ഈ ടെസ്റ്റുകളിലൂടെ അല്ലാതെ തന്നെ ഇവിടെ പറഞ്ഞ നിങ്ങളിപ്പോൾ പറയാൻ എന്താണ്, വീടുകളിലാണ് ഇത് സാധാരണയായിട്ടുള്ളത്. വീടുകളിൽ തന്നെയാണ് അസുഖം വരുന്നത്. ആളുകൾ വീടുകളിൽ ഇരിക്കുമ്പോഴാണ് അസുഖം വരുന്നത്. അല്ല റോഡ് നടന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ അസുഖം വരണമെന്നുണ്ടോ? അവിടെ റോഡ് നടന്നുകൊണ്ട് പോകുമ്പോൾ കുഴഞ്ഞു വീഴുന്നവരുണ്ട്, വീട്ടിലിരുന്ന് കുഴഞ്ഞു വീഴുന്നവരുമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ക്വാറൻറ്റൈൻ ശരിക്കും പാലിക്കാത്തതുകൊണ്ടാണെന്നൊന്നും പറയണ്ട. മഴക്കാലമാണ്, ഇപ്പോഴും മഴയാണ്. മഴക്കാലത്ത് ഒരാൾക്ക് ജലദോഷവും പനിയും വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്കും വരും. നിങ്ങൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ജലദോഷത്തിൻ്റെ വൈറസിനെയാണ് സാധാരണ ഇതിൽ ആൻറ്റിജൻ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കോവിഡാണെന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആളുകളെ വിൽക്കുകയാണ്, പ്രൈവറ്റ് ആശുപത്രികൾക്ക് വിൽക്കുകയാണ്. അവർ വിൽക്കുക മാത്രമല്ല അവിടെ ആരോഗ്യം അസ്ഥിരീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഹോമിന് ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ ശശിധരൻ സാറ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാലം ഇങ്ങനെ അടച്ചിട്ടുണ്ടാണ് ഇവിടെ ഇത്രയും ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല സാറേ, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുടെ കാപട്യങ്ങളെ സാറ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാറിന് സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് അത്രയും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞില്ലേ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് യാതൊരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നും ഈ മുഖം മൂടി ആവശ്യമില്ല. കർഷക സമരക്കാർ അവർ പറഞ്ഞില്ല എത്രയോ കാലമായിട്ട് അവിടെ ഒരു മുഖം മൂടി ഇല്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങൊന്നും സംഭവിക്കുന്നില്ല. ലോകം മുഴുവനും മുഖം മൂടിക്കെതിരെ സമരം നടക്കുന്നു. അവിടെ എങ്ങും ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നിങ്ങളിപ്പോൾ ഇത് പറയേണ്ട അതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സാറ് പറയുന്നതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, രോഗം വരുന്നത് നമ്മൾ വളരെ ഇനർട്ടായിട്ട്, അതായത് നിങ്ങൾ വീട്ടിൽ തന്നെ കുറ്റിയടിച്ചിരിക്കണം എന്നാണ് ഗവൺമെൻറ് കുറേ നാൾ കൊണ്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. പിന്നെ വേറൊരു അബദ്ധവും കൂടെ പറയുന്നുണ്ട് വീണ, അതായത് വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാവരും എപ്പോഴും മാസ്ക് കെട്ടിക്കൊണ്ടിരിക്കണം. എൻ്റെ അങ്ങനെ ഇരുന്നൂടാ. നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന മുഴുവൻ സമയവും മാസ്ക് കെട്ടിക്കൊണ്ട് പുറത്ത് പോകുമ്പോഴും മാസ്ക് കെട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ 2 3 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചത്തുപോകും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് അത്യാവശ്യ സന്ദർഭങ്ങളിലെടുത്ത് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മാസ്ക് എന്ന് പറയുന്നത്. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ, ഒരു പകർച്ചവ്യാധിയുടെ അവസ്ഥയിൽ അത്യാവശ്യ രോഗപ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒന്നാണ് മാസ്ക്. എല്ലാ ഉപകരണങ്ങൾക്കും, പ്രതിരോധ ഉപകരണങ്ങൾക്കും അതിൻ്റേതായ ഒരു പീരീഡുണ്ട്.
അതിനുള്ള സമയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൈ കഴുകണം, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 മിനിറ്റ് ഇടവിട്ട് അല്ലെങ്കിൽ ഒന്ന് കഴിയതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴുകിക്കൊണ്ടിരിക്കും, എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ ഉള്ളൂ മാസ്കിൻ്റെ കാര്യം. മാസ്ക് തുറസായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. വീട്ടിനകത്താകുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആർക്കും രോഗമില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം. രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ വീട്ടിൽ വിസിറ്റേഴ്സ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങളൊരു മാസ്ക് എടുത്തിട്ടോ, കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അത്യാവശ്യം എന്ന് തോന്നുന്ന തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ് മാസ്ക് എന്ന് പറയുന്നത്. അല്ലാതെ വീട്ടിൽ ത്രൂ ഔട്ട് ഉറങ്ങി കിടക്കുമ്പോഴും മാസ്ക് കെട്ടിക്കൊണ്ടാണോ ഇനി വീണാ ജോർജൊക്കെ കിടക്കുന്നത് എനിക്കറിഞ്ഞുണ്ട്. അത് ആരോഗ്യത്തിന് വളരെ അപകടകരമാണ്. ഒന്ന്, നമ്മൾ വീട്ടിനുള്ളിൽ കുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഇനർട്ടാക്കും. ആ ഇനർഷ്യ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ട് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പലതരം അസുഖങ്ങളും വരും. ഒന്നാമത് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ആ അസുഖങ്ങളൊക്കെ മൂർച്ഛിക്കുന്നതിന് കാരണമാകും ഈ ഇനർഷ്യ എന്ന് പറയുന്നത്. ശരീരം ഒരിക്കലും ഇനർട്ടാക്കി വെക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്നത്, നിങ്ങൾ കൺവേഴ്സ് ചെയ്യുന്നു എന്ന് പറയുന്നത്, നിങ്ങളൊരു ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത്, അത് മൂക്കി കെട്ടിക്കൊണ്ട് ചെയ്യുന്നതും മൂക്കി കെട്ടാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മൂക്കി കെട്ടിക്കൊണ്ട് സംസാരിക്കുന്നതും മൂക്കും വായും കെട്ടിക്കൊണ്ട് സംസാരിക്കുന്നതും മൂക്കും വായും കെട്ടാതെ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ വിന്യസിക്കുന്ന ഊർജ്ജമുണ്ട്, നിങ്ങൾ എടുക്കുന്നൊരു എഫർട്ടുണ്ട്. ആ വിന്യസിക്കുന്ന ഊർജ്ജവും ആ എഫർട്ടും എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുകയാണ് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകും തോറും അതൊരു ഉൾവലിയലിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഒരു റിഗ്രഷൻ ഈസ് ദർ ഇസ് സം കൈൻഡ് ഓഫ് റിഗ്രഷൻ ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ഫോർ ഹെൽത്ത്. അതുകൊണ്ട് വീണ ജോർജ് മന്ത്രി എന്നുള്ളതിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ തെറ്റായിട്ട് ആളുടെ അടുത്ത് അങ്ങനെ പറയരുത്. വീട്ടിൽ ഇരിക്കുമ്പോൾ സർവ്വസമയം ഇത് കെട്ടിക്കൊണ്ടിരിക്കണോ? അങ്ങനെയൊന്നും ആൾ കെട്ടുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ വീട്ടിലല്ല പുറത്തു പോകുമ്പോഴും പോലീസ് ഈ ഫൈൻ അടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അല്ല വേറെ അത്ര റിലീജിയസ് ആയിട്ട് ഈ ചെറുതിലെയൊക്കെ ഈ പള്ളിയിലൊക്കെ പോയി ശീലിച്ചുകൊണ്ടാണ് വീണ ജോർജ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പാതിരി പറയുന്നതാണ്, ആ വേദപുസ്തകം പറയുന്നതാണ് അവസാനത്തെ വാക്യം എന്നൊക്കെ ഈ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ മൂക്ക് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അങ്ങനെ മൂക്കിലൊന്നും കെട്ടിക്കൊണ്ട് നടക്കരുത്. അത് ഭയങ്കര കഷ്ടമാണ്, അങ്ങനെ ചെയ്യരുത്. പിന്നെ തുറസായ സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ, ടൂറിസം മന്ത്രി കായലിൽ കൂടെ സഞ്ചരിക്കുന്നു, ഒരു പടം കണ്ട്. അയാൾ കായലിൽ കൂടെ സഞ്ചരിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, അതിലൊന്നും നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ അയാൾ മൂക്കി കെട്ടേണ്ട കാര്യമില്ല. കായലിൻ്റെ കാറ്റിൻ്റെ ഇടയിലൊന്നും ഇതൊന്നും ചെന്ന് കയറിയില്ല. വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നല്ല ഹൈലി ഫ്ലോയിങ് എയർ ആണെന്നുണ്ടെങ്കിൽ ഈ വൈറസിന് അതിൽ നിൽക്കാനോ നമ്മുടെ ഈ മൂക്കിലോട്ട് ഒന്ന് കയറാനോ ഒന്നും പറ്റില്ല. അറിയാവുന്ന എല്ലാവരും പറയുന്നുണ്ട്. മന്ത്രി പോലും ആ അബദ്ധമാണ് ചെയ്യുന്നത്. അതായത് ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് മൂക്കും മുന്നിയൊക്കെ മൂടിക്കെട്ടിയിട്ട് എന്തോന്ന് ഉല്ലാസയാത്ര, എങ്കിൽ പിന്നെ കണ്ണും കൂടെ കെട്ടിക്കൂടായിരുന്നു, കണ്ണും കൂടെ കെട്ടിയിട്ട് ഉല്ലാസയാത്ര നടത്തിക്കൂടായിരുന്നു. എന്തൊക്കെ അസംബന്ധങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് ദയവ്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇതിപ്പോൾ വളരെ ക്ലാരിറ്റിയോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു 14,000 RT-PCR ടെസ്റ്റ് നടത്തിയിട്ട് 30,000 പേർക്ക് രോഗമുണ്ടെന്ന് നിങ്ങൾ കണക്ക് കാണിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിപ്പോൾ സതീശനും പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് അവസാനം പറഞ്ഞല്ലോ RT-PCR ചെയ്യണമെന്ന്. RT-PCR ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയാം. ഇത്ര പേർക്ക് RT-PCR ചെയ്തു, അതിൽ ഇത്ര പേർക്ക് രോഗമുണ്ടായിരുന്നു, അതിൻ്റെ കണക്ക് വരട്ടെ. ഇപ്പോൾ CB നാറ്റ് ചെയ്തതെന്ന് പറയുന്നു, CB നാറ്റ് ഇത്ര പേർക്ക് ചെയ്തു, അതിൽ ഇത്ര പേർക്ക് രോഗമുണ്ടായിരുന്നു, അതിൻ്റെ കണക്ക് വരട്ടെ. അല്ല, എത്ര പേർക്ക് ചെയ്തിരുന്നു ഓരോ വിഭാഗത്തിലും. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത്ര 1,66,000 പേർക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഓരോരോ വിഭാഗമായിട്ട് ധരിച്ച് അതിൽ നിങ്ങൾ RT-PCR 13,000 പേർക്കേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ 1,66,000 ടെസ്റ്റ് നടത്തിയതിൽ RT-PCR 13,000 പേർക്കേ ചെയ്തിട്ടുള്ളൂ. അതാണ് നിങ്ങളുടെ കണക്ക്, നിങ്ങൾ പ്രസിദ്ധീകരിച്ച കണക്ക്, ഇന്നലെ പ്രസിദ്ധീകരിച്ച കണക്ക്. ഇനിയിപ്പോൾ പുതിയ കണക്ക് മാനുഫാക്ചർ ചെയ്യുമായിരിക്കും. പക്ഷേ മാനുഫാക്ചർ ചെയ്യാതെ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ പ്രസിദ്ധീകരിച്ചു പോയ കണക്കിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. 1,66,000 നിങ്ങളുടെ കണക്ക്, അതിൽ 13,000 മാത്രമാണ് RT-PCR നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ CB നാറ്റ് ചെയ്തെന്ന് പറയുന്നു, അതിലെത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ്. RT-PCR 13,000 ചെയ്തു.
അതിലെത്ര പോസിറ്റീവ് എത്ര നെഗറ്റീവ്, അങ്ങനെ വരട്ടെ കണക്ക്. അങ്ങനെയെങ്കിലും കണക്ക് വയ്ക്കാനുള്ള ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കും. എന്നിട്ട് ആളുകൾക്ക് മുഴുവനും ഇതാണ്, ആൾ വീട്ടിലിരിക്കുന്നവർക്ക് മുഴുവനും രോഗമാണ്, 30% പേര് വീട്ടിലിരിക്കുന്ന രോഗികളാണെന്നൊക്കെ ഉള്ള ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഒന്ന് ഈ പറഞ്ഞില്ലേ, ഇവിടെ ഈ രോഗത്തിൽ എണ്ണത്തിൽ വർധനമുണ്ടായെങ്കിലും ഇന്നലെ മെനയാന്നൊക്കെ ഇതിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ചാനലിലൊക്കെ. എന്താണ് അവിടെ ഈ ICU ബെഡുകൾ ഇല്ലാതെ അത് മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്, വെന്റിലേറ്ററുകളുടെ ക്ഷാമം കാരണം ആളുകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്നലെ വീണ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓഫ് ദി 2293 വെന്റിലേറ്റേഴ്സ്, 2293 വെന്റിലേറ്റേഴ്സിൽ 444 എണ്ണത്തിൽ മാത്രമാണ് കോവിഡ് പേഷ്യൻസ് ഉള്ളത്. ഈ കോവിഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ കോവിഡ് പേഷ്യൻസ് അല്ല, അവർക്ക് വേറെ രോഗങ്ങളുണ്ട്. നിങ്ങൾ കോവിഡ് കൂടി സസ്പെക്റ്റ് ചെയ്തിട്ട് അവരവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നതേ ഉള്ളൂ. വേറെ രോഗങ്ങൾ ആൾറെഡി ഉള്ളവരാണ്. അല്ലെന്ന് പറയാമോ? വീണ ജോർജിന് പറയാമോ? ഈ 444 ശുദ്ധമായിട്ട് കോവിഡ് മാത്രം പിടിച്ച 444 പേരാണ് ഞങ്ങൾ കിടത്തിയിരിക്കുന്നത്. പലതരം രോഗങ്ങൾ കൊണ്ട് കാലങ്ങളായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കോവിഡ് പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു സംശയത്തിന്മേൽ നിങ്ങൾ കിടത്തിയിരിക്കുന്നത് 444 പേരെയാണ്. ഈ 2293 വെന്റിലേറ്റേഴ്സ് ഉള്ളതിൽ 444 പേരെയാണ് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നത്. ഈ കണക്ക് നമ്മളൊന്ന് നോക്കണം. അതായത് ഈ ഒരു അനുപാതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ കുറേ അധികം വെന്റിലേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വെന്റിലേറ്റേഴ്സ് ഇല്ലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള വെന്റിലേറ്റേഴ്സിലെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ആളുകളെ പിടിച്ച് കിടത്തുമായിരുന്നു. ആരെയും വെന്റിലേറ്ററിൽ നിന്ന് വിടുകയില്ല. ഒരാളിനെങ്കിലും 2 ദിവസമെങ്കിലും വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് അങ്ങോട്ട് മാറ്റി കിടത്തും. അത് അവരുടെ ഒരു ധനസമ്പാദന രീതിയാണ്. ഇപ്പോൾ ഇത്രയും ഉണ്ടായി കഴിഞ്ഞപ്പോൾ 444 പേരെ അതിനകത്ത് കിടത്തിയിട്ടുണ്ട്. അതിൽ കോവിഡും കൂടെ ആഡ് ചെയ്തപ്പോൾ അത്ര കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു വിശേഷവുമില്ല. അത്രയേ ഉള്ളൂ. വെന്റിലേറ്റർ കിടത്തി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. മാറ്റി ICUലാക്കും. ICUലാക്കിയിട്ട് കുറേ കഴിയുമ്പോഴത്തേക്ക് ജനറൽ വാർഡിലാക്കും. അതാണ് സാധാരണ രീതിയിൽ കോവിഡ് ഇല്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വെന്റിലേറ്ററൊക്കെ എല്ലാവരും വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ആദ്യം വെന്റിലേറ്റർ കിടത്തി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നമില്ലെന്ന് കാണും. അപ്പോഴത്തേക്ക് ICUലോട്ട് മാറ്റും. ICUലും ഓക്സിജനും ഇതൊക്കെ പറയില്ലേ. ചവറയുടെ ഒരു കാര്യം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, നമ്മൾ ചവറയിൽ ഇതൊക്കെ എന്തോ ഭയങ്കര അത്യാവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ICU ഓക്സിജൻ ബെഡൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടിട്ട് അവരോട്ട് ആരും വരുന്നില്ല, നമ്മളെന്ത് ചെയ്യാനെന്നും പറഞ്ഞാണ് കൊല്ലം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വിലാപമാണ്. അത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇതിപ്പോൾ വീണ ജോർജിൻ്റേതായിട്ട് ഹിന്ദുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഇതിനെപ്പറ്റി അതേപോലെ തന്നെയുള്ള റിപ്പോർട്ടുണ്ട്. എന്നിട്ട് അതിൽ ഈ 444 കോവിഡ് പേഷ്യൻസാണ് ആൻഡ് 148 ബൈ നോൺ കോവിഡ് പേഷ്യൻസ്. അതെങ്ങനെ കണക്ക് ശരിയാവും വീണ ജോർജ്? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 148 ഈ നോൺ കോവിഡ് പേഷ്യൻസ് എന്ന് വെച്ചാൽ അവർ സീരിയസ് പേഷ്യൻസാണ്. ഒരുപക്ഷെ അവർ ആസന്ന നിലയിലുള്ളവരായിരിക്കും. ആക്ച്വലായിട്ട് റിയലായിട്ട് അവരുടെ അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഈ 148 പേഷ്യൻസ് എന്ന് പറയുന്നത്. മറ്റൊരു അങ്ങനെയുള്ളതല്ല. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2293 കഴിഞ്ഞിട്ട് ബാക്കി കിടക്കുകയാണ്. 444 148 കഴിഞ്ഞ് ബാക്കി കിടക്കുകയാണ്. മീനിങ് ദാറ്റ് 75% ഓഫ് വെന്റിലേറ്റേഴ്സ് ആർ വേക്കൻറ്റ്. 75% വേക്കൻ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ 281 എംപാനൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് 2724 ബെഡ്സ് were available apart from 2082 ICU beds and 1081 ventilators. At present 798 of these ICU beds എന്ന് പറയുന്നത് 2082 ICU ബെഡ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഉള്ളതിൽ 789 മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതൊരു അത്ഭുതമാണ്. സാധാരണഗതിയിൽ കോവിഡ് ഇല്ലെങ്കിലും അതിൽ കൂടുതൽ അവർ വരുന്നവരെ എല്ലാ ICUയിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 313 വെന്റിലേറ്റേഴ്സ്, അതാണൊരു കണക്ക്.
ഏതാണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് എന്നും കൊടുക്കുന്നത് പോലെ ഈ പറഞ്ഞില്ലേ ഷാർപ്പ് റൈസ് ഇൻ ICU ഓക്കുപ്പൻസി എന്നൊക്കെ പറയുന്നെങ്കിലും വീണ പറയുന്ന കണക്കനുസരിച്ച് അങ്ങനെ വലിയൊരു ഷാർപ്പ് റൈസ് ഒന്നുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2047 2131 തേഴ്സ്ഡേ ആയപ്പോഴത്തേക്ക് എന്നാണ് പറയുന്നത്. ഏത് ICUവിലെ കണക്ക് 2047 2131. ഈ ICUവിലെ കണക്ക് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഒരു രോഗമില്ലാത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പിടിച്ച് കിടക്കുന്നുണ്ട്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വെൻറ്റിലേറ്റർ സപ്പോർട്ട് ഡ്രോപ്പ് ഫ്രം 790 to 757. അതേസമയം വെൻറ്റിലേറ്ററിൽ 790 നിന്ന് 757 കുറഞ്ഞു. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? രോഗികളുടെ എണ്ണം ഇപ്പോൾ ഈ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഇന്നലെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് ചൊവ്വാഴ്ച വരെ എത്രയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, മറ്റേ 24,000 എന്ന് എനിക്ക് തോന്നുന്നു. അത് അല്ലെങ്കിൽ 22,000 21,000 അതായത് ചൊവ്വാഴ്ച അതിലും കുറവായിരുന്നു തോന്നുന്നു, 18,000 ആണെന്നാണ് തോന്നുന്നത്. അതിൽ നിന്ന് 31,000 കുതിച്ചു ചേർന്നു രോഗികളുടെ എണ്ണം. രോഗികളുടെ എണ്ണം കുതിച്ചു ചേർന്നപ്പോഴത്തേക്ക് വെൻറ്റിലേറ്ററിലുള്ളവരുടെ എണ്ണം താഴോട്ട് പോയി. മറ്റുള്ളത് തന്നെ കഷ്ടിച്ച് 1000 പേര് പോലും കൂടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ സിവിയർ ഡിസീസ് ഉള്ളവരുടെ എണ്ണത്തിൽ യാതൊരു ഇതുണ്ടായിട്ടില്ല. ഇത് മുഴുവനും ഈ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി നിങ്ങൾ പറഞ്ഞില്ലേ പാരനോയിക് ആകുകയാണ്. സമൂഹം ആകെ പാരനോയിക് ആണ്. ആരെ കണ്ടാലും അവന് കോവിഡ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയാണ്. അത് എവിടെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ആരോഗ്യ പ്രവർത്തകർക്കും ഈ നടത്തിപ്പുകാർക്കും ആവശ്യമെന്ന് പറയുന്നത് നല്ല മാനസിക ചികിത്സയാണ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല. അതാണ് പറയാനുള്ളത്. ഞാൻ വളരെ സയൻറ്റിഫിക്കായിട്ട് പറയാം, ശാസ്ത്രീയമായിട്ട് പറയുകയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ തരത്തിൽ ഒരു ടെസ്റ്റ് നടത്താതെ ആളുകളെ പിടിച്ച് അവരെല്ലാവരും രോഗികളാണെന്ന് പറഞ്ഞ് കിടത്തുന്നു. ചിലപ്പോൾ എന്തായാലും അവർക്ക് സിവിയർ ആയിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം. ഒരു ഇതുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും അങ്ങനെ സിവിയർ ആവണമെന്നില്ല. കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ട് ICUവിൽ കൊണ്ടിടുക, ഇട്ടിട്ട് അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങ് തുടങ്ങുക എന്നുള്ളതാണ്. അത് 1,00,000 രൂപയെങ്കിലും അവൻ്റെ ഈടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യജ്ഞമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതങ്ങ് ഒരു സ്ഥിരം സമ്പ്രദായമാക്കി കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും ICU പിടിച്ച് കിടത്താം. ഒരു വെൻറ്റിലേറ്ററുണ്ട്, വെൻറ്റിലേറ്ററെ കുറച്ച് നേരം പിടിച്ച് കിടത്താം. അങ്ങനെയൊക്കെ ആസന്ന നിലയിൽ വരുന്ന വെൻറ്റിലേറ്ററിലൊക്കെ പിടിച്ച് കിടത്തി നിങ്ങൾ എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ട്? എത്ര പേരെ നിങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്? നമുക്കറിയാം, എൻ്റെ കണക്കുകളൊക്കെ അറിയാം. അതുകൊണ്ട് പറയാം, വെൻറ്റിലേറ്റർ പിടിച്ച് കിടത്ത് നിങ്ങൾ രക്ഷിച്ചവരുടെ കണക്ക് നിങ്ങളൊന്ന് വയ്ക്കുമോ? ഇവിടുത്തെ ആശുപത്രിക്കാർ വെൻറ്റിലേറ്ററിൽ പിടിച്ച് കിടത്തി രക്ഷപ്പെടുത്തിയത്, അത് കിടന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട എത്ര പേരുണ്ട്? വെൻറ്റിലേറ്ററിൽ എത്ര ദിവസം കിടക്കാൻ പറ്റും? അതിൻ്റെയൊക്കെ കണക്കൊക്കെ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള അഭ്യാസങ്ങൾ ഇതും കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ അത് കൂടാതെയുള്ള വേറൊരു കാര്യം വെച്ചാൽ വാക്സിനേഷനെ കുറിച്ചുള്ള വാക്സിനേഷനിൽ ഇവിടെ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട തകരാറ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒന്ന്, നമ്മളെ പോലെ ഈ പീരീഡിൽ ഇത്ര ഇനർട്ടായിട്ട് ഇരിക്കുന്ന വേറൊരു ജനതയില്ല. തമിഴ്നാട്ടിലൊക്കെ അവർ മുഖംമൂടിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അവരെപ്പോഴേ സ്വതന്ത്രമായിട്ട് ഇതൊക്കെ നിരോധിക്കുമ്പോൾ തന്നെ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും ചെയ്ത് നടക്കുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് വേറെ ജോലിയുണ്ട്, കൃഷിപ്പണി അത് ഇതൊക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരെ കൊച്ചു വീടുകളുണ്ട്, അവർക്ക് തുറക്കാതിരിക്കാൻ പറ്റില്ല. അവർ കൊച്ചുങ്ങൾ പട്ടിണി കിടക്കുമ്പോഴത്തേക്ക് അവർ ചത്തു പോകുന്നെങ്കിൽ പോട്ടെ ഇറങ്ങും. മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ അവർ ആക്റ്റീവായിട്ടുണ്ട്. വി ആർ സ്റ്റിൽ ഇനർട്ട്. നമ്മളിപ്പോഴും വീട്ടിനകത്ത് കുത്തിയിരിക്കുകയാണ്. വളരെ പേടിച്ചാണ് പുറത്തിറങ്ങുന്നത്. മുഖം മൂടിയിട്ടിട്ടാണ് ഈ ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാർ പോലും പോകുന്നത്. പോലീസിനെ ഭയക്കണം. പോലീസിനേക്കാളും പോലീസിൻ്റെ ഒരു വലിയ തലവനുണ്ട്, അയാളെ ഭയക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭയന്ന് ജീവിക്കുന്നൊരവസ്ഥ. ആ ഭയന്ന് ജീവിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു രോഗത്തു നിന്നും രോഗമുക്തി ഉണ്ടാകില്ല. അതാദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മാസ്ക് അഴിച്ചു മാറ്റാനുള്ള ജോലി നിങ്ങൾ ഇനിയെങ്കിലും തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനാവശ്യമായിട്ട് വരും. മാസ്ക് പറഞ്ഞില്ലേ, വീണാഥോരത് പറയുന്നു മുഴുവൻ സമയം വീട്ടിൽ മാസ്ക് കിട്ടിക്കൊണ്ടിരിക്കണമെന്ന്. മനുഷ്യന് ഭ്രാന്ത് വരും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ശ്വാസം മുട്ടി മരിച്ചു പോകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആസ്മ പേഷ്യൻസ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ഈ റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവർ മുഴുവൻ സമയം മൂക്കിൽ നിന്ന് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ എൻ്റെ മന്ത്രി അവരൊക്കെ ചത്തു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത്, അങ്ങനെയൊന്നും ചെയ്തുകൂടരുത്. അത് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്.
അങ്ങനെയൊന്നും വിളിച്ച് പറയരുത്. പിന്നെ ഈ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി വെയിനിങ് വാക്സിൻ എഫിക്കസി കോസ് ഫോർ വറി എന്നും പറഞ്ഞ റിപ്പോർട്ട് വരുന്നുണ്ട്. അത് ഇവിടെ ഒരു TS അനീഷ് എന്ന് പറയുന്ന ഒരു വിദഗ്ധനാണ് പറയുന്നത്. We see clear indications that an estimated 10-15% of our new cases are vaccine breakthrough infections. അത് തമാശയ്ക്ക് വക നൽകുന്നൊരു കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 10-15 പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ കേസസ് എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര കേസാണ് നിങ്ങളുടെ കണക്കനുസരിച്ച് വരുന്നത്? ഒരു ദിവസം നിങ്ങൾ 31,000 കേസസ് നിങ്ങൾ കണ്ടെത്തുന്നു ഇവിടെ മാത്രം. ഈ 31,000 കേസസിൽ 10-15% എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ 3000-ഓളം കേസുകൾ അല്ലെങ്കിൽ 3000-ൽ കവിഞ്ഞുള്ള കേസുകൾ, 4000-ന് അടുപ്പിച്ച് കേസുകൾ എന്താണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് ആണ്, വാക്സിൻ എടുത്തവർക്ക് വരുന്നതാണ്. 31,000 പേര് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 4,000 പേര് വാക്സിൻ എടുത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി എഫിക്കസി ഓഫ് വാക്സിനേഷൻ? ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണ് എടുത്തുകൊണ്ട് പറയുന്നത്. എക്സ്പെർട്ട് കമ്മിറ്റിയിലുള്ള ഒരാളാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത്. 30,000 പേർക്ക് എടുക്കുമ്പോൾ 3,000-4,000 പേർക്ക് വീണ്ടും കോവിഡ് വരുന്നു, ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വരുന്നു. 14-15%. 30,000-ൻ്റെ 10% 3,000 15% ആകുമ്പോൾ 5% കൂടെ വരും, 3,500 വരും. അപ്പോൾ 3,500 പേർക്ക് നിങ്ങൾ 30,000 രോഗികളെ കണ്ടെത്തുമ്പോൾ അതിൽ 3,500 പേര് വാക്സിൻ എടുത്തവരാണെന്ന് പറയുന്നത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് വാക്സിനേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് വേറൊരിത് പറയുന്നുണ്ട്, വാക്സിനേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, സിവിയറിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാക്സിനേറ്റ് ചെയ്ത കേസുകളിൽ അങ്ങനെ ഇല്ലെന്ന് പറയണം. വാക്സിനേറ്റ് ചെയ്ത കേസിലൊന്നും അങ്ങനെയൊന്നും വരില്ല. ഇവർ പറയുന്ന ഈ ശതമാനക്കണക്കൊന്നും വരില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആൻറ്റിജൻ ടെസ്റ്റാണ് നടത്തുന്നത്. അവർക്കൊരു അസുഖം കാണില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുത്തതിന് ശേഷം ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും. അത് 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും. ഇവർ ഓടിക്കൊണ്ട് വീണ്ടും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞാൽ കൊള്ളാം വീണ്ടും കോവിഡ് വന്നിരിക്കുകയാണെന്ന് പറയും. ഇത് ഒരു കണക്ക്. അത് കഴിഞ്ഞിട്ട് CDC ആണല്ലോ നമ്മുടെ അപ്പൻ, സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ US. അവരാണ് ഇതിൻ്റെ ആധികാരികർ. റിലീസ് ഡാറ്റ ഫ്രം 3 studies which said that while vaccines help to reduce the severity of the disease. ഏത് ഡിസീസിൻ്റെ സിവിയറിറ്റി? ഏത് ഡിസീസിൻ്റെ സിവിയറിറ്റി? ഈ ഡിസീസിന് അതിൻ്റെ ഒരു സിവിയറിറ്റി ഒന്നുമില്ല. അത് മറ്റുള്ള ഡിസീസസ് അതിൻ്റെ സിവിയറിറ്റിക്ക് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണമെങ്കിൽ ഇതിന് സിവിയറിറ്റി ഓഫ് ദി ഡിസീസ് ആൻഡ് ഡെത്ത്സ് ഉണ്ടാകുന്ന മറ്റുള്ള കാരണങ്ങളുണ്ടാണ്. CDC പോലും പറയുന്നില്ല ഇത് കൊണ്ട് മാത്രം ആരെങ്കിലും മരിക്കുന്നുവെന്ന്. മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ് മരിക്കുന്നത്. ആൻഡ് the protection it afforded the individual against infection was progressively waning. ആ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊട്ടക്ഷൻ അത് വെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ദുർബലമായി മാഞ്ഞു പോയി നീ അകലെ എന്ന് പറയുന്നത് പോലെ അതങ്ങനെ ആ പ്രൊട്ടക്ഷൻ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കും എന്നാണ് CDC പറയുന്നത്. എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ ആരെങ്കിലും ഈ കോടതിയിൽ ആരെങ്കിലും ഒരു ഇതുകൊണ്ട് കൊടുക്കണം, കോടതിക്കെങ്കിലും ഈ പറയുന്ന മനസ്സിലാക്കുന്നത്. പ്രോഗ്രസീവ്ലി വെയിനിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ്ലി വെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രസീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോട്ടല്ല മുന്നോട്ട്. അത് വെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രൊട്ടക്ഷൻ വെയിൻ ചെയ്തു പോവുകയാണ്. WAIN വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിക്ഷീണമായി ദുർബലമായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് CDC പറഞ്ഞിരിക്കുന്നത്. അത് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് CDC പറഞ്ഞിരിക്കുന്നത്. CDC എന്ന് പറഞ്ഞാൽ CDC ആണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ ലോകതലത്തിൽ. അത് CDC റിപ്പോർട്ടിൽ ഹിന്ദു ഉദ്ധരിക്കുകയാണ്. ഇനി ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്, ന്യൂയോർക്ക് ടൈംസാണ് ഈ അവിടെ പ്ലേഗ് കണ്ടുപിടിച്ചത്, സൂററ്റിൽ പ്ലേഗ് കണ്ടുപിടിച്ചത്. എന്നിട്ട് അവസാനം അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇവന്മാരെ ഈ CDC-കാരെ ഇവിടെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. WHO നിങ്ങളുടെ ടീം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ശരി തന്നെ, പക്ഷേ ഈ CDC-യിലുള്ള സാഹിബന്മാർ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. വെച്ചാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവരുടെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടഡ് ദാറ്റ് although fully immunized people of all ages got infected with the virus, vaccine effectiveness showed
ദി ഷാർപ്പസ്റ്റ് ഡ്രോപ്പ് ഫ്രം 90.6 to 74.6 in people aged 18 through 49. അതായത് 18-നും 49-നും ഇടയ്ക്കുള്ളവരുടെ ഇടയിൽ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിലൊരു വലിയ ഡ്രോപ്പ് കാണുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതത്ര ഇഫക്റ്റീവ് അല്ല വാക്സിൻ. പിന്നെ ഈ ചെറുപ്പക്കാരെ നിർബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് അടുപ്പിക്കുന്നത്? നമ്മുടെ വാക്സിൻ വ്യവസായം മുന്നോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞാൽ ഇത് ഈ പത്രത്തിലൊക്കെ അടിച്ചു വരുന്ന റിപ്പോർട്ട് ഇതൊക്കെ ഉണ്ടാക്കിയവന്മാർ തന്നെ. ഇവിടെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയവന്മാർ, പിന്നെ വാക്സിൻ ഉണ്ടാക്കിയവന്മാർ, വാക്സിൻ ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ നമുക്ക് ഉടനെ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കളയാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ വരുന്ന റിപ്പോർട്ട് എന്താണ്? അതിൻ്റെ ഇഫക്റ്റീവ്നെസ് വെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദുർബലമായി കൊണ്ടിരിക്കുകയാണ്, മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് CDC ന്യൂയോർക്ക് ടൈംസും കൂടെ പറയുന്നത്. അവരാണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ വേസ്റ്റ് എക്സസൈസ്? മനുഷ്യൻ പഴയ പോലെ അവൻ്റെ ആത്മവിശ്വാസത്തോടെ അവൻ്റെ തുറന്നു പിടിച്ച മുഖവുമായി പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരികയും എനിക്ക് ഏത് രോഗത്തെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നോ, അതല്ല, ഒരു രോഗവുമായിട്ടുള്ള മഹാവ്യാധിയുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങളിൽ കുറേ പേർ മരിച്ചു വീണാലും ബാക്കിയുള്ളവർ മുന്നോട്ട് പോകുമെന്നും പറയുവാനുള്ളൊരു തൻ്റെ ഇടമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ചരിത്രത്തിൽ അവശേഷിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ വരുന്ന എല്ലാ പത്ര റിപ്പോർട്ടുകളും അനുസരിച്ച് ദിവസവും ഓരോരോ അബദ്ധങ്ങൾ. നമ്മുടെ മന്ത്രി പറഞ്ഞത് പരമമായ അബദ്ധമാണ്. വീട്ടിൽ ഈ മുഴുവൻ സമയം ഇതൊന്നും കെട്ടിക്കൊണ്ടൊന്നും ഇരിക്കരുത്. പുറത്ത് പോകുമ്പോഴും സർവ്വസമയം ഇത് കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ റെസ്പിറേറ്ററി ഡിസീസസ് ഉള്ളവരെ എത്ര ശതമാനം ഉണ്ടെന്ന് വീണാ ജോർജിന് അറിയാമോ? കേരളത്തിൽ ഒരുപാട് പേർക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ട്. ആസ്മ ഇല്ലാത്ത എത്ര സ്ത്രീകളുണ്ട്? നിങ്ങളൊരു ഈ സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്നതാണല്ലോ. ആസ്മ ഇല്ലാത്ത എത്ര സ്ത്രീകളുണ്ട്? ഈ ആസ്മ ഉള്ള ഒരു സർവ്വസമയം വീട്ടിൽ ഇതും കെട്ടിക്കൊണ്ടിരുന്ന എന്തായിരിക്കും അവരുടെ അവസ്ഥ? ആസ്മ എന്നത് പുറത്തുനിന്ന് വൈറസ് വരുന്നുണ്ടല്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ക്രമത്തിൽ വരുന്നൊരു അപതാളമാണത്. അങ്ങനെ ഒറിജിനലായിട്ട് തന്നെ പ്രശ്നങ്ങളുള്ളവർ അവർ ഈ പറഞ്ഞില്ലേ ഈ സ്റ്റെറോയിഡ് ഇൻഹേലേഴ്സൊക്കെ കഴിച്ചാണ് ഇപ്പം മിക്കവാറും പേര് സർവൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അസ്ഥാനം മുതൽ ഇങ്ങോട്ടുള്ള ഇത് പരീക്ഷിക്കാത്ത എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവർ മുഴുവൻ സമയത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന എന്തായാലും ഇതിനെപ്പറ്റി എക്സ്പെർട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ റെസ്പിറേറ്ററി ഡിസീസ് ഉള്ളവരൊന്നും എല്ലാ സമയവും ഇത് കെട്ടിക്കൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രിപതി ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെ പോകും. വീണാ ജോർജിനൊക്കെ കെട്ടായിരിക്കും. മന്ത്രി ആയതുകൊണ്ട് വൈറസിനൊക്കെ ഒരു ഭയമൊക്കെ കാണും. ഇത് മന്ത്രിയല്ലേ, ഞാനങ്ങനെ വീണാ ജോർജിനെ ആക്രമിക്കുമെന്നൊക്കെ. പക്ഷേ സാധാരണക്കാരൻ്റെ നില അതല്ലല്ലോ. അവൻ ചുമ്മാ ഇത് കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ അവസാനം ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കരുത്. ഞാൻ ഇത്രയും ഡോക്യുമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആളുകൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാകണം. ദർ ഷുഡ് ബി ട്രാൻസ്പെറൻസി. അത് ഒരു അത്യാവശ്യമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങളെ പിന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഇത്രയും നാൾ വരെ RT-PCR പറ്റി നിർബന്ധമില്ലായിരുന്ന സതീശൻ ഇന്നലെ RT-PCR പ്രശ്നം എടുത്തിട്ടെങ്കിൽ നാളെ അത് വലിയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ രോഗികളെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ രോഗികൾ നിങ്ങൾ 13,000 പേരെ പരിശോധിച്ചിട്ട് 31,000 പേർക്ക് രോഗമുണ്ടെന്ന് പറയാൻ പറ്റില്ല. RT-PCR മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, RT-PCR മതി എന്നൊരു ഡിസിഷൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എടുപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ അങ്ങനെ അഭിപ്രായം വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വ്യാപാരം തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ മരണം നിശ്ചയിക്കുന്നതിൽ ICMR ഗൈഡ് ലൈൻ ഫോൾട്ടി ആണെങ്കിൽ അത് ഫോൾട്ടി ആണെന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം ഇന്നല്ലെങ്കിൽ നാളെ കേരള ജനതയ്ക്കുണ്ടാകുകയില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് എന്ന് മാത്രമേ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു.